ഗ്ലോറി എന്ന ഇതിനകത്ത് ദൈവത്തിന്റെ വചനവുമായി ആയിരിക്കാൻ കർത്താവ് എൻ്റെ ജീവിതത്തില് ഒരുക്കി തന്ന നല്ല സാവകാശത്തെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. വ്യത്യസ്ത ടൈം സോണിൽ ഇരുന്നു കൊണ്ട് നമുക്ക് ഇങ്ങനെ ആയിരിക്കാൻ ദൈവമായ കർത്താവ് വലിയൊരു ഭാഗ്യമാണല്ലോ നമ്മുടെ ജീവിതത്തിൽ ഒരുക്കി തന്നത്. അവിടെ അർദ്ധരാത്രിയുടെ സമയമാണ്. നാട്ടിലും ഇന്ത്യയില് രാത്രിയോട് അടുക്കുന്ന ആ ഒരു സമയത്തിലേക്ക് എത്തി നിൽക്കുന്നു. നമ്മുടെ സമയമോ സാഹചര്യമോ ഒന്നും നോക്കാതെ ഇങ്ങനെ ആയിരിക്കുന്ന ദൈവമക്കളെ ഓർത്ത് ഞാൻ കർത്താവിൽ സ്തുതിക്കുന്നു. മറ്റനേകം തിരക്കും സാഹചര്യവും ഒക്കെ വരാമായിരുന്നു, മാറ്റി വെക്കാമായിരുന്നു, ഒഴിവുകൾ പറയാമായിരുന്നു. എങ്കിലും അതിൻ്റെ സാഹചര്യത്തിൽ അതൊക്കെ നിങ്ങൾ മാറ്റി വെച്ചുകൊണ്ട് ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ അതിന് നിശ്ചയമായും സ്വർഗത്തിലെ ദൈവം പ്രതിഫലങ്ങളെ തന്ന് ആദരിക്കുവാനിടയായിത്തീരും. വിശേഷാൽ എന്നെ മീറ്റിംഗിലേക്ക് ക്ഷണിക്കുകയും സ്വാഗതം ചെയ്യുകയും ചെയ്ത പ്രിയ സിസ്റ്ററിനോടുള്ള നന്ദി സ്നേഹത്തെ ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുന്നു. ഈ മിനിസ്ട്രി ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഞാൻ മനസ്സിലാക്കുന്നു ഇത് അർദ്ധരാത്രി യാമത്തില് നടക്കുന്ന ഒരു മീറ്റിംഗ് ആണെന്ന് പ്രിയ കർത്തദാസി പറയുവാനിടയായി തീർന്നു. അത് കേട്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. അതിലെ യാമങ്ങളില് ദൈവത്തെ വിളിച്ചപേക്ഷിക്കുവാൻ, ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ കാണിക്കുന്ന മനസ്സൊരുക്കത്തിന് സ്വർഗത്തിലെ ദൈവം നമ്മെ മാനിക്കുവാൻ ഇടയായി തീരും. പ്രൈസ് ലോർഡ്. വീഡിയോയിൽ വരാൻ താല്പര്യമുള്ള ദൈവമക്കൾക്ക് ഞാൻ നിങ്ങളെ നിർബന്ധിക്കുന്നില്ല, എങ്കിലും സാഹചര്യമുള്ളവരെ ഞാൻ അതിന് ആഹ്വാനം ചെയ്യുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ. ഒരു നിമിഷം നമുക്ക് കണ്ണുകൾ ദൈവസന്നിധിയിൽ ഒന്ന് അടയ്ക്കാം. സ്വർഗീയ പിതാവേ, നല്ല വേളയ്ക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയാ. അല്പനേരം ഞങ്ങൾ വചനത്തിന് മുമ്പാകെ ആയിരിക്കുമ്പോൾ അങ്ങ് വാസ്തവമായി ഞങ്ങളോട് സംസാരിക്കണം. എൻ്റെ ശബ്ദമല്ല കർത്താവേ, അങ്ങയുടെ ശബ്ദം തന്നെ അങ്ങ് കേൾപ്പിക്കുമാറാകണമേ. ഇരുവായി തലയുള്ള ഏത് വാളിനേക്കാൾ മൂർച്ചയുള്ള ദൈവത്തിന്റെ വചനം ഇന്ന് രാത്രിയിലും ശക്തമായ രീതിയിൽ അങ്ങ് സംസാരിക്കണമേ. വചനത്തിലൂടെ അങ്ങ് ശക്തമായി ഇവിടുന്ന് ഇടപെടുമാറാകണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഹാലേലൂയ. ദൈവസന്നിധിയിൽ ആവലോടും പ്രാർത്ഥനയോടും കൂടി ആയിരിക്കാൻ എൻ്റെ ദൈവം ഞങ്ങളെ ഇവിടുന്ന് കൃപ ചെയ്യുമാറാകണമേ. എൻ്റെ ദൈവത്തിന്റെ കൃപ ഇന്ന് രാത്രിയിൽ പകർന്നിരിക്കായി സ്തോത്ര. പ്രാർത്ഥന കേൾക്കുന്നതിന് നന്ദിയപ്പാ, യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. കരങ്ങൾ ഉയർത്തി നന്ദിയോടെ നമ്മുടെ കർത്താവിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞത് പ്രകാരം വീഡിയോയിൽ വന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് ഞാൻ കർത്താവിന് സ്തുതിക്കുന്നു. സ്വർഗം നിങ്ങളെ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. ഹല്ലേലൂയ. ഞാൻ ഈ മീറ്റിങ്ങിനെ ഓർത്ത് അല്പനേരം പ്രാർത്ഥിക്കുകയും ധ്യാനിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ദൈവത്തിന്റെ ആത്മാവ് എന്നെ അറിയിച്ച പ്രകാരം ഞാൻ ആ ദൂത് കൈമാറാൻ വേഗത്തിൽ ഞാൻ ആഗ്രഹിക്കുകയാണ്. സംഖ്യാപുസ്തകത്തിലേക്ക് വരുമ്പോൾ 20-ാം അധ്യായം നാം ഒന്ന് പഠിക്കുമ്പോൾ ആ 20-ാം അധ്യായത്തിന്റെ 2 മുതലുള്ള വാക്യങ്ങളിൽ നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. പാറയിൽ നിന്നുള്ള ജലം കൊണ്ട് ഇസ്രായേൽ മക്കളെ പോഷിപ്പിക്കുന്ന, തൃപ്തി വരുത്തുന്ന ദൈവത്തിന്റെ പദ്ധതിയെ കുറിച്ച് നമുക്കവിടെ വായിക്കുവാൻ സാധിക്കുന്നുണ്ടല്ലോ. നോക്കണമേ, ജനത്തിന് കുടിക്കുവാൻ വെള്ളം ഉണ്ടായിരുന്നില്ല. അവിടെ നാം വായിക്കുന്നു, അപ്പോൾ അവർ മോശയ്ക്കും അഹരോനും വിരോധമായി കൂട്ടം കൂടുവാനിടയായി തീർന്നു. അവിടെ അത് കഴിഞ്ഞ് വായിക്കുന്നുണ്ട്, ഈ വല്ലാത്ത സ്ഥലത്ത് ഞങ്ങളെ കൊണ്ടുവരുവാൻ നിങ്ങൾ മിസ്രൈമിൽ നിന്ന് ഞങ്ങളെ പുറപ്പെടുവിച്ചത് എന്തിനാ? ഇവിടെ വീഞ്ഞും വിത്തും അത്തിപ്പഴവും മുന്തിരിപ്പഴവും മാതളപ്പഴവുമില്ല, കുടിക്കുവാൻ വെള്ളവുമില്ല എന്ന് പറഞ്ഞ് പിറുപിറുക്കുന്ന ഇസ്രായേൽ ജനത്തിന്റെ മുമ്പില് അതിലെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്ന ഒരു കാഴ്ചയാണ് നാം ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. ഇന്ന് ഈ അർദ്ധരാത്രിയോട് അടുത്തിരിക്കുന്ന, ഈ രാത്രികാലം ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ ജനമേ, പലപ്പോഴും നമ്മുടെ ജീവിതത്തിനകത്ത് എപ്പോഴെങ്കിലും ആയിരിക്കുന്ന ഇടങ്ങളിലോ സാഹചര്യങ്ങളിലോ ആയിരിക്കുന്ന ചുറ്റുപാടിലോ അന്തരീക്ഷത്തിനകത്ത് പിറുപിറുക്കുന്ന ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിനകത്ത് ഉണ്ടായിട്ടുണ്ടോ? ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി ഇടപെടുകയാ. ഹല്ലേലൂയ. അതിന്റെ നടുവിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും. നോക്കണമേ, ആരെയാണ് ദൈവം തിരഞ്ഞെടുത്തത്? മോശയെ ദൈവം തിരഞ്ഞെടുത്തു. മോശയ്ക്ക് കൂട്ടായി അഹരോനെ ദൈവം നൽകി. എന്നാൽ അവർക്ക് വിരോധമായിട്ടാണ് ജനം പിറുപിറുക്കുവാൻ
അയക്കുവാനിടയായത്. എന്നാൽ അതിൻ്റെ നടുവിൽ ഹാലിലെ ദൈവത്തിന്റെ പ്രവൃത്തി ജനത്തിന്റെ മുമ്പില് വെളിപ്പെട്ടതായിട്ട് നാം ഇവിടെ വായിക്കുന്നല്ലോ. ഈ അർദ്ധരാത്രിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ ജനമേ, ഹാലലു അഭിഷക്തനും അഭിഷക്ത കുടുംബത്തിനും ഹാലിലെ ദൈവമക്കൾക്കും ഹാലലൂയ വിരോധമായി ഹാലിൽ സംസാരിക്കുന്ന എല്ലാ സംസാരങ്ങളെ, എല്ലാ വാദപ്രതിവാദങ്ങളെ സ്വർഗത്തിലെ ദൈവം ഇന്ന് രാത്രിയിൽ തകർത്തുകൊണ്ട് ഹാലലൂയ ദൈവത്തിന്റെ പ്രവൃത്തി അയക്കുവാനിടയായി തീരും. എത്ര പേര് ഈ രാത്രിയിൽ വിശ്വസിക്കുന്നുണ്ട്? യെസ്, എന്റെ കുടുംബത്തിന് വേണ്ടി ഹാലിൽ സ്വർഗത്തിലെ ദൈവം ആ പ്രവൃത്തി ഈ രാത്രിയിൽ തന്നെ അയച്ചിരിക്കുകയാ. നീ പോകുന്ന ഇടത്ത്, നിന്റെ തലമുറ പോകുന്ന വഴിയിൽ ഹാലിലെ പതിയിരിക്കുന്ന ചില പതിയിരിപ്പുകളെ ഹാലിൽ സ്വർഗത്തിലെ ദൈവ തകർത്തെറിയുന്ന രാത്രിയ. ഹാലിൽ അർദ്ധരാത്രിയിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന ദൈവ മക്കളെ, ഹാലലൂയ സ്വർഗത്തിലെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്ന് ദൈവാത്മാവ് ശക്തമായി ഇടപെടുകയാ. ഹാലിൽ എത്ര പേർക്ക് അതൊന്ന് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുവാൻ തയ്യാറാ? ഈ രാത്രിയില് എനിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പോകുക, എന്നെ നോക്കി പിറുപിറുക്കുന്നവരുടെ മുമ്പിൽ, എന്നെ നോക്കി അപവാദങ്ങൾ പറയുന്നവരുടെ മുമ്പിൽ, എനിക്ക് മാർക്കിട്ട് വിലയിരുത്തുന്നവരുടെ മുമ്പിൽ ദൈവത്തിന്റെ പ്രവൃത്തി ഹല്ലേലൂയ എനിക്ക് വേണ്ടി വെളിപ്പെടുകയാണെന്ന് എത്ര പേർക്ക് ആമേൻ എന്ന് പറഞ്ഞ് അതൊന്ന് സ്വീകരിക്കുവാൻ തയ്യാറുണ്ട്? ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ഹല്ലേലൂയ, വിളിച്ച ദൈവം വിശ്വസ്തനാ. ഹാലില് വെള്ളം നൽകാതെ പോകുന്ന ദൈവമല്ല, നിന്റെ ദാഹത്തെ മാറ്റുന്ന ദൈവമാ. ഓ രക്തം ചെയ്യ, നിന്റെ വിശപ്പിനെ അടക്കുന്ന ദൈവമാ. ഓ റീഖമന ഹംദിൽ ലഗനഘടകസിയാരെ. മറ്റുള്ളവർ നോക്കുമ്പോൾ ഹാലയിൽ എല്ലാം ഉണ്ടെന്ന് കരുതുമെങ്കിൽ അകത്തളത്തിലെ ഹാലേലൂയ അവസ്ഥാന്തരത്തെ അറിയുന്ന ദൈവം ഇന്ന് രാത്രികാലം പറയുകയാ, ഹാലില് നിന്നെ ഉറ്റുനോക്കുന്നവരുടെ മധ്യേ ഹാലേലൂയ ദൈവത്തിന്റെ പ്രവൃത്തി ചെയ്തെടുക്കുവാനിടയായി തീരും. ഹാലേലൂയ. ഇന്ന് രാത്രിയിൽ എത്ര പേരൊന്ന് വിശ്വാസത്തോടെ ആമേൻ എന്ന് പറഞ്ഞൊന്ന് സ്വീകരിക്കുവാൻ തയ്യാറാ? എന്റെ സന്ദേശത്തിലേക്ക് ഞാൻ വരികയാ. അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 12-ാം അധ്യായം നമുക്ക് വളരെ സുപരിചിതമാണല്ലോ. അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 12-ാം അധ്യായം അതിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് സുപരിചിതമാ. അതിന്റെ 8-ാം വാക്യത്തില് നമുക്ക് വായിക്കാൻ അവിടെ കഴിയുന്നു. സമയത്തിന്റെ പരിമിതി കൊണ്ടാണ് ഞാൻ തന്നെ വായിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ മലയാളം ബൈബിൾ ഉണ്ട്, നിങ്ങളത് ശ്രദ്ധിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുകയാ. ദൂതൻ അവനോട് അരകെട്ടി ചെരുപ്പിട്ട് മുറുക്കുക എന്ന് പറഞ്ഞു. അവൻ അങ്ങനെ ചെയ്തു. നിന്റെ വസ്ത്രം പുതച്ച് എന്റെ പിന്നാലെ വരിക എന്ന് പറഞ്ഞു. പ്രൈസ് ഗോഡ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സുപരിചിതമായിട്ടുള്ള വേദവാക്യമാണ് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 12-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യം. ഇവിടെ നമുക്ക് കാണുന്നുണ്ട് ഹല്ലേലൂയ പത്രോസ് ഇപ്പോൾ തടവിലായിരിക്കുന്ന സാഹചര്യമാ. എന്നാൽ ആ തടവറയിൽ നിന്ന് പത്രോസിനെ, ആ കാരാഗൃഹത്തിന്റെ അന്തരീക്ഷത്തിൽ നിന്ന് വിടുവിക്കുവാൻ പത്രോസിന്റെ പക്കൽ ഹാലേലൂയ ദൂതൻ വന്ന ഹാലേലൂയ ഇറങ്ങി നിൽക്കുന്ന സാഹചര്യം. ആ ദൂതൻ പറയുന്ന ഭാഗമാണ് ആ 8-ാമത്തെ വാക്യത്തിനകത്ത് കൊടുത്തിരിക്കുന്നത്. എന്താണ്? ഒരു ഒരുക്കത്തെ കുറിച്ച് അവിടെ പറയുന്നു. അരകെട്ടി ചെരുപ്പിട്ട് മുറുക്കുക. അവൻ അങ്ങനെ ചെയ്തു. നിന്റെ വസ്ത്രം പുതച്ചെന്റെ പിന്നാലെ വരിക. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഒരു ഒരുക്കത്തെ കുറിച്ച്, ഒരു പുറപ്പാടിനെ കുറിച്ച് ഹാലിലെ പത്രോസിനോട് പറയുന്ന ഒരു ഭാഗമാണ് ഹാലിലെ നമുക്കവിടെ കാണാൻ സാധിക്കുന്നത്. പശ്ചാത്തലമൊക്കെ നമുക്ക് വളരെ സുപരിചിതമാണ്. എന്താണ് ഇതിന്റെ പശ്ചാത്തലം എന്നുള്ളത്, പത്രോസിന്റെ സാഹചര്യം എന്നുള്ളത് എല്ലാം നമുക്ക് അറിവുള്ളതാണ്. ഹല്ലേലൂയ. അവിടെ നോക്കണമേ, ഹല്ലേലൂയ. ആ കാരാഗൃഹത്തിന്റെ അന്തരീക്ഷത്തിൽ നിന്നും ആ രാത്രികാലെ പത്രോസിനെ വിടുവിക്കുവാൻ വേണ്ടി സ്വർഗത്തിലെ ദൈവം തന്റെ ദൂതനെ അയക്കുകയാ. ആമേൻ. ഹാലേലൂയ. എത്ര പേര് ആത്മാവിൽ ഒന്ന് പ്രതികരിക്കുന്നുണ്ട്? ഹാലേലൂയ. ഒരു ഭാഗത്ത് നാം അവിടെ താഴോട്ട് വായിച്ചു വരുമ്പോൾ നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്, ഒരു ഭാഗത്ത് സഭ എന്ത് ചെയ്യുക? ശ്രദ്ധയോടെ പത്രോസിന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ഗോഡ്. ഇന്ന് നിങ്ങളായിരിക്കുന്ന കുടുംബങ്ങളിൽ, സാഹചര്യങ്ങളിൽ, അന്തരീക്ഷങ്ങളിൽ, ഒരുപക്ഷെ ജോലി മേഖലകളിൽ ഒക്കെയും ഇരുന്നു കൊണ്ട് പ്രാർത്ഥനയ്ക്ക് വേണ്ടി
വേണ്ടി, ആ ദൈവവചനം കേൾക്കുന്നതിന് വേണ്ടി അല്പസമയം നാം മാറ്റിവെച്ചിരിക്കുകയാ. മറുഭാഗത്തൊരു ദൈവപ്രവർത്തിക്ക് വേണ്ടി നാം ഇങ്ങനെ കാത്തു കാത്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാ. ഇന്ന് രാത്രികാലെ വളരെ പ്രതീക്ഷയോടെ പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ ജനമേ, നിങ്ങൾക്ക് വേണ്ടി എവിടെയാണോ പ്രാർത്ഥനയുടെ മറുപടി നടക്കേണ്ടത് അവിടെ ദൈവം തന്റെ ദൂതനെ അയക്കുന്ന രാത്രിയെന്ന് ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി ഇടപെടുമ്പോൾ കൃപ പ്രാപിച്ച എത്ര ദൈവമക്കൾക്ക് അതരം പൂട്ടിയിരിക്കാതെ ആത്മാവിലൊന്ന് പ്രതികരിച്ചുകൊണ്ട് ആ ദൂതിനെ ഒന്ന് റിസീവ് ചെയ്യുവാൻ കഴിയും. കാരാഗ്രഹത്തിന്റെ അടിത്തട്ടിലേക്ക്, അന്തരീക്ഷത്തിലേക്ക് നിനക്ക് പോകാൻ കഴിയത്തില്ലായിരിക്കാം. എവിടെ പ്രൊട്ടക്ഷൻ ഉണ്ട്, ശരിയാ, പക്ഷെ അതിനെയെല്ലാം തകർത്തുകൊണ്ട് ദൈവത്തിന്റെ ദൂതൻ അവിടെ ഇറങ്ങുകയാ. ഇന്ന് രാത്രിയിൽ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് എന്റെ പ്രാർത്ഥന വിഷയത്തിന്റെ നടുവിൽ ഒരുപക്ഷെ ഞാൻ നിസ്സഹായ സ്ഥിതിയുള്ള വ്യക്തിയാ, എന്നാൽ അതിന്റെ നടുവിൽ എനിക്ക് വേണ്ടി തന്റെ ദൂതനെ അയച്ച് ദുർഘടങ്ങളെ വെട്ടി സമഭൂമിയാക്കി ഹല്ലേലൂയ ദൈവപ്രവൃത്തി വെളിപ്പെടുത്തി തരുന്ന ഒരു ദൈവത്തിന്റെ സാന്നിധ്യം എന്റെ കൂടെ ഉണ്ടെന്ന് ഇന്ന് രാത്രിയിൽ എത്ര പേരൊന്ന് വിശ്വസിക്കുവാൻ തയ്യാറാ? വിശ്വസിക്കുന്നവർ ഒരു നിമിഷം ആദരം തുറന്നൊന്ന് പ്രാർത്ഥിച്ചുകൊണ്ടായിരുന്നാട്ടെ. റീബേനെ പ്രഭ ലഗസിയാരെ അന്തർഗമനഘടക ശാനഗാനഘടകസിയേരെ അന്തൽ ഗമനഘടക ശംധനാധികാരകസിയാരെ റീഗേലെ വൈഡൽ ഗമനഘടക ശംദൽ ലഗനഘടകസിയാരെ. ചില കണ്ണികളെ മുറിച്ചു മാറ്റുവാൻ നോക്കുന്ന സതാന്യ മണ്ഡലങ്ങളുടെ നടുവിൽ സ്വർഗത്തിലെ ദൈവം പറയുന്നു, അത് മുറിച്ചു മാറ്റുന്ന ദൈവമല്ല, ആ കണ്ണികളെ യോജിപ്പിക്കുന്ന ദൈവം ഇന്ന് രാത്രിയിലും ഉണ്ടെന്ന് ദൈവാത്മാവ് ചില കുടുംബങ്ങളെ നോക്കി ശക്തമായി ഇടപെടുകയാ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ജയമെടുക്കുകയാ. അതിൽ ആ കാരാഗ്രഹത്തിന്റെ അന്തരീക്ഷം കടന്ന് പുറത്തേക്ക് വരിക എന്നുള്ളത് അല്പം പ്രയാസമുള്ള കാര്യമാണ്. പക്ഷേ നോക്കണം, അതിന്റെ താഴെയുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്ന ഒന്നാം കാവലും രണ്ടാമത്തതും കടന്ന് പട്ടണത്തിൽ ചെല്ലുന്ന ഇരുമ്പ് വാതിക്കലെത്തി അത് അവർക്ക് സ്വതവേ തുറന്നു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. നോക്കണമേ, ഒരു ഭാഗത്ത് നാം അത് താഴോട്ട് വായിക്കുമ്പോൾ പത്രോസിന് വേണ്ടിയുള്ള പ്രാർത്ഥന കൂട്ടമുണ്ട്, മറുഭാഗത്ത് ഹല്ലേലൂയ പത്രോസിന്റെ വിടുതൽ നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രിയിൽ പ്രയാസമേറിയതെന്ന് പറയുന്ന ചില വാതിലുകൾ കടന്നു വരാൻ പോകുകയാ കേട്ടോ. ഹല്ലേലൂയ. നിന്റെ പൈതൽ പ്രയാസമേറിയതെന്ന് പറയുന്ന ചില വാതിലുകളെ നിന്റെ തലമുറ കടന്നു വരുന്ന ദിവസങ്ങളാണ്. എത്ര പേര് അതിനൊന്ന് ആമേൻ എന്ന് പറയുവാൻ തയ്യാറാ? ശത്രു പറയും, ഈ വാതിൽ നീ കടക്കില്ല, ഇത് നിനക്ക് പ്രയാസവാ. ഹല്ലേലൂയ. സ്വർഗം പറയുന്നു, പ്രയാസമുള്ളതിനെ കരുണാമേരി എന്ന് പറയുന്ന ഡിവൈസിൽ ഒരാന്റിയെ ഞാൻ കാണുന്നു. ദൈവത്തിന്റെ ആത്മാവ് പറയുകയാ, പ്രയാസമേറിയതെന്ന് ശത്രു പറയുന്ന മണ്ഡലത്തിൽ ഹല്ലേലൂയ സ്വർഗം പറയുന്നു, ഒന്നാം കാവല് കടത്തും, രണ്ടാം കാവലും കടത്തും. മൂന്നാമതൊരു ഇരുമ്പ് വാതിലുണ്ടല്ലോ ആന്റി, അതും സ്വർഗത്തിലെ ദൈവം കടത്തിക്കൊണ്ടുവന്ന പ്രയാസമുള്ളതിനെ ലഘൂകരിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി ആ കുടുംബവുമായി ബന്ധപ്പെട്ട പ്രാർത്ഥന വിഷയത്തിനകത്ത് ഇറങ്ങി വരുന്നുവെന്ന് ദൈവാത്മാവ് ശക്തമായി ഇടപെടുകയാ. രക്തം ജയം, ഹല്ലേലൂയ. പലകുറി പരാജയമായതിനെ സ്വർഗം നിങ്ങൾക്ക് വേണ്ടി വിജയം അയക്കുവാൻ പോകുകയാ. ഇന്ന് വിശ്വസിച്ച് ഏറ്റെടുക്കുവാനായിട്ട് തയ്യാറാകുന്നുവെങ്കിൽ ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങൾ ആ വിഷയത്തിനകത്ത് കണ്ട് നിങ്ങൾ നാളെ സാക്ഷ്യം പറയുന്ന നിലവാരത്തിൽ സ്വർഗം ചെയ്തെടുക്കുമെന്ന് ദൈവാത്മാവ് ഈ രാത്രിയിൽ ഉറപ്പിക്കുകയാ. ഹല്ലേലൂയ. പ്രിയദാസിയോട് ചേർന്ന് ആമേൻ എന്ന് പറഞ്ഞ് നമുക്കൊന്ന് സ്വീകരിക്കാം. ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്. നോക്കണമേ, ഒന്നാം കാവൽ, രണ്ടാം കാവൽ, പട്ടണവാതിക്കലുള്ള ഇരുമ്പ് വാതിൽ പത്രോസിനും ദൂതനും വേണ്ടി സ്വർഗം തുറന്നു. ദൂതൻ അവനെ വിട്ടുപോയി. പിന്നെ പത്രോസ് എവിടേക്കാണ് ചെല്ലുന്നത്? പ്രാർത്ഥന കൂട്ടത്തിന്റെ അടുത്തേക്കാണ് ചെല്ലുന്നത്. ഇവിടെ മർക്കോസ് എന്ന മറുപേരുള്ള യോഹനാന്റെ അമ്മ ആ മറിയയുടെ വീട്ടിൽ ചെന്ന് അവിടെ അനേകർ ഒരുമിച്ച് കൂടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാ. പടിപ്പുര വാതിക്കൽ രോധ എന്ന് പേരുള്ള ഒരു ബാലിക്കാരി പെൺകുട്ടി വന്ന് പത്രോസിന്റെ ശബ്ദം അവൾ തിരിച്ചറിയുകയാ. ആരുടെ ശബ്ദമാണ്?
എന്താണ്? പ്രാർത്ഥന വിഷയത്തെ, അതിന്റെ മറുപടിയെ അവൾ തിരിച്ചറിയുകയാണ്. പ്രൈസ് ഗോഡ്. ഇതൊക്കെ ഒരൊറ്റ രാത്രി നടക്കുന്ന സംഭവമാണ്. കാരണം ഇതിന്റെ താഴെയുള്ള വാക്യങ്ങൾ നാം വായിച്ചു വരുമ്പോൾ ഹാലിലെ പിറ്റേന്ന് നേരം പുലർന്നപ്പോഴുള്ള അവസ്ഥയെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട്. ഹാലിലെ പ്രിയ സഹോദരിമാരെ, പ്രിയ ദേവദാസന്മാരെ, ദാസിമാരെ, ഹാലിലെ നമ്മുടെ ഈ യാമങ്ങളിലുള്ള പ്രാർത്ഥനയ്ക്ക് വലിയ ശക്തിയുണ്ട് കേട്ടോ. ഹാലിലെ നിസ്സാരമെന്നും ഉറക്കം വെടിഞ്ഞിരിക്കുന്നത് എന്നൊക്കെ നമുക്ക് തോന്നാം. പക്ഷെ നാം വളരെ വില കൊടുത്തിരിക്കുമ്പോൾ ഇത് ഹല്ലേലൂയ കാണുന്ന ദൈവമാണ് കേട്ടോ. ഹാലിൽ ഇത് മൈൻഡ് ചെയ്യാതെ പോകുന്ന ഒരു ദൈവമല്ല. ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ എന്ന് നിലവിളിക്കുന്ന ഒരു രോഗി, ഹാലിൽ അവനെ മറികടന്നു പോകുവാൻ സർവശക്തനാകുന്ന കർത്താവിന് കഴിഞ്ഞില്ല. അവന്റെ പ്രശ്നത്തെ പരിഹരിച്ച് അവനൊരു വിടുതൽ നൽകി ഹാലിൽ കടന്നു പോയെങ്കിൽ, ഹാലിൽ ഇന്ന് രാത്രിയിൽ ഹാലിൽ ഉറക്കം വെടിഞ്ഞ് വില കൊടുത്ത് ദൈവസന്നിധിയിൽ ഇരിക്കുന്ന ദൈവത്തിന്റെ ജനമേ, ഈ രാത്രി നിങ്ങളെ മറികടന്നു പോകുന്ന ദൈവമല്ല. ഓ, രക്തം ജയം എടുക്കുകയാ. ഓ, റകനഘടകസി അന്തരെ ചില വർക്ക് പ്രഷറിന്റെ മുമ്പിലായിരുന്നു കൊണ്ട്, ഓ ഹാലേലു, എങ്ങനെ 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 ഈ സ്ഥലത്ത് എന്തിനെ എന്നെ കൊണ്ടുവന്നു, ഇവിടെ എന്തിനെനിക്ക് തന്നു, ഓ റീബേനെ ഹംദൽ പ്രബല ഘടകസിയാരെ, ഇതിനു വേണ്ടിയോ എന്നൊക്കെ ഭാരപ്പെടുന്ന ദൈവ ജനമേ, ഓ ചില വ്യക്തി ജീവിതമേ, ഹാലില് നിങ്ങളോട് തന്നെ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രിയിൽ ഉറപ്പിക്കുകയാ. നീ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും. ഓ രക്കൽ കമനഘടക, അല്പം കയ്പ് കടന്ന് നിനക്കൊരു മധുരകരമായ അവസ്ഥയുണ്ടെന്ന് ഹല്ലേലൂയ, ദൈവാത്മാവ് ഇടപെടുകയ. ഈ ചെങ്കടലിനെ നോക്കി ഇതെനിക്ക് വേണ്ടി എങ്ങനെ രണ്ടാകുമെന്ന് നോക്കി നിൽക്കുന്ന വ്യക്തി ജീവിതമേ, ഹാലിൽ നിനക്ക് പ്രയാസമുള്ളത് ആ ദൈവസന്നിധിയിൽ കൊണ്ടുവരുമ്പോൾ ഹാലിൽ നീ പോലും അറിയാതെ, ഓ ഹാലേലൂയ, അതിനകത്തൊരു അതിശയം നടക്കും. ഓ റഗനഘടകസി അന്തല്ല വനഘടകസിയാരക, ഓ ഹാലേലൂയ, ആരും നോക്കാനില്ലാതിരുന്ന, ആരും ശ്രദ്ധിക്കാനില്ലാതിരുന്ന എസ്തേറിനോട് ഹാലേലൂയ ഒരു ഫേവർ രാജാവിന് തോന്നുവാനിടയായി തീർന്നു. ഓ, രാജ്യത്തിന്റെ പ്രധാന വ്യക്തിയാണ് രാജാവ്. രാജ്യം ഭരിക്കുന്ന വ്യക്തി, അധികാരി, ഹാലിലെ അധികാരിയുടെ ഫേവർ അവളുടെ മേൽ പതിഞ്ഞുവെങ്കിൽ, പൊൻചെങ്കോൽ അവളുടെ നേരെ നീട്ടിയെങ്കിൽ, ഇന്ന് രാത്രി ചിലരുടെ നേരെ പൊൻചെങ്കോൽ നീട്ടുന്ന രാത്രിയ. പ്രാർത്ഥനയോടെ എഴുതി വെച്ച് കാലങ്ങളായി ഉപവസിച്ചുകൊണ്ട്, ഓ രക്തം ജയ, ഹാലിലെ പ്രാർത്ഥിക്കുന്ന വ്യക്തി ജീവിതമേ, നിങ്ങൾക്ക് വേണ്ടി പൊൻചെങ്കോലിനെ നീട്ടുന്ന രാത്രി എന്ന് ദൈവാത്മാവ് ശക്തമായി ഇടപെടുകയാ. ഹല്ലേലൂയ, ഗ്ലോറി ടു ഗോഡ്, ഗ്ലോറി ടു ഗോഡ്. നോക്കണമേ, പ്രാർത്ഥന വിഷയത്തിന്റെ മറുപടി ഒരു പെൺകുട്ടി തിരിച്ചറിയുകയാണ്. അവൾ അകത്ത് ചെന്ന് പറയുകയാണ്. അപ്പോൾ ജനം പറയുന്നു, എന്താ നിനക്ക് ഭ്രാന്തുണ്ട്. പലപ്പോഴും പ്രാർത്ഥനയുടെ മറുപടി പെട്ടെന്ന് ലഭിക്കുമ്പോൾ വിശ്വസിക്കുവാൻ കഴിയാത്ത ഒരു അവസ്ഥ. ബിൻസി വിപിൻ എന്ന സിസ്റ്ററെ ദൈവാത്മാവ് പറയുന്നു, വിശ്വസിക്കുവാൻ കഴിയാത്ത പല ദൈവപ്രവർത്തികൾ, ഇതെങ്ങനെ ഇത്ര പെട്ടെന്ന് ഹാലേലൂയ ചിന്തിച്ചെടുക്കുവാൻ കഴിയാത്ത ചില ദൈവപ്രവർത്തികൾ നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിലെ ദൈവം ഈ ദിവസങ്ങൾ തുറന്നു തരുവാനിടയായി തീരും. വിശ്വാസം ഉണ്ടെങ്കിൽ ആമേൻ എന്ന് പറഞ്ഞ് സ്വീകരിക്കാൻ കഴിയുമെങ്കിൽ, ഓ ദൈവത്തിന്റെ പ്രവൃത്തി അതിൽ വെളിപ്പെടുവാനിടയാകും. നോക്കണമേ, പ്രാർത്ഥന വിഷയത്തിന്റെ മറുപടിയാണ് പടിപ്പുരവാതുക്കൽ വന്ന് നിൽക്കുന്നത്. ഒരു ഭാഗം ആളുകൾ പറയുന്നു, നിനക്ക് ഭ്രാന്തുണ്ട്. അവൾ പറഞ്ഞു, ഇല്ല. അല്ല, പത്രോസ് വീണ്ടും മുട്ടിക്കൊണ്ടേയിരുന്നു. അവർ തുറന്നപ്പോൾ എന്താണ്, അവനെ കണ്ടവർ വിസ്മയിക്കുകയാ. ഹാലേലൂയ. അപ്പോൾ നോക്കണമേ, പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ടോ എന്ന് പറ. ഹാലേലൂയ. യാമങ്ങളുടെ നടുവിൽ പ്രവർത്തിപ്പാൻ കഴിവുള്ള സർവശക്തനാകുന്ന, സർവവല്ലഭനാകുന്ന കർത്താവിന്റെ കര ഹാലിലെ ചലിക്കും എങ്കിൽ വിശ്വസിക്കുന്നവർ ഇന്ന് രാത്രിയിൽ ഹാലിൽ ആമേൻ എന്ന് പറഞ്ഞു സ്വീകരിക്കുവാൻ തയ്യാറാണെങ്കിൽ, ഓ നിങ്ങളുടെ ജീവിതത്തിന്റെ അകത്തട്ടിനകത്ത്, ഓ റേക്കൽ പ്രഭാർ ലഗസിയാരി, ചില ഭിന്നതകളുടെ നടുവിൽ, ചില തകർച്ചകളുടെ നടുവിൽ, ഓ ചേർച്ച ഇല്ലായ്മകളുടെ നടുവിൽ, ഓ രക്തം ജയമെടുക്കുന്ന സ്വർഗത്തിലെ ദൈവ തന്റെ അത്ഭുത പ്രവൃത്തി വെളിപ്പെടുത്തുവാനിടയായി തീരും. ഹാലലൂയ, ഹാലലൂയ. കുടുംബ ഐക്യങ്ങളെ, ഹാലിലെ കുടുംബ ബന്ധത്തിന്റെ ഐക്യതകളെ സ്വർഗത്തിലെ ദൈവം ഹാലലൂയ പണിതെടുക്കുവാനിടയായി തീരാ. ഇന്ന് രാത്രിയിൽ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഇന്ന് രാത്രിയിൽ വിശ്വാസത്തോടെ എത്ര പേര് ആമേൻ എന്ന് പറഞ്ഞ് തയ്യാറാകുന്നുണ്ട്?
അവർക്ക് വേണ്ടി ദൈവ പ്രവൃത്തി അവിടുന്ന് വെളിപ്പെടുവാനിടയായി തീരും. ഹാലില് നോക്കണമേ, കർത്താവ് തന്നെ തടവിൽ നിന്ന് വിടുവിച്ച വിവരം പത്രോസ് അവിടെ പറയുന്ന ഒരു ഭാഗം നമുക്ക് അവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. നോക്കണമേ, നേരം വെളുത്തപ്പോൾ പത്രോസ് എവിടെ പോയി എന്ന് പടയാളികൾക്ക് അല്പമല്ലാത്ത പരിഭ്രമം ഉണ്ടായി. നോക്കണം, അവിടെ നിന്ന് നമ്മൾ തിരിച്ചു വായിക്കുമ്പോൾ നമുക്ക് ഇവിടെ കാണുന്നുണ്ട്, ആ ഭാഗത്തൊക്കെ നമുക്ക് ആ പത്രോസിനെ വിടുവിച്ച ഒരു അനുഭവം, സ്വർഗത്തിലെ ദൈവം പത്രോസിനെ വിടുവിച്ച ഒരു അനുഭവം നമുക്കവിടെ വായിക്കുന്നുണ്ട്. ഇന്ന് രാത്രിയില് ഈ അർദ്ധരാത്രിയുടെ സമയത്തിരുന്ന് നാം പ്രാർത്ഥിക്കുമ്പോൾ അതിന് വലിയ വിലയുണ്ട്, അതിൽ വലിയ ദൈവപ്രവൃത്തിയുണ്ട്. ഹാലില് കടന്നു പോകുവാൻ കഴിയാത്ത ചില കാരാഗ്രഹത്തിന്റെ വാതിലുകളെ ഭേദിക്കുക, ഒന്നാം കാവലിനെ രണ്ടാം കാവലിനെ ഭേദിക്കുക. അത് പട്ടണവാതിക്കലുള്ള എത്ര വലിയ ഇരുമ്പ് വാതിലാണെങ്കിലും അതിനെ ഭേദിച്ചുകൊണ്ട് പുറത്തു വരുന്ന ദൈവത്തിന്റെ പ്രവൃത്തി ഇന്ന് രാത്രിയിൽ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. നമ്മുടെ വിഷയങ്ങളുടെ നടുവിൽ പ്രവർത്തിക്കുന്നുണ്ട്. എത്ര പേരാത്മാവിലൊന്ന് അതൊന്ന് സ്വീകരിക്കുവാൻ തയ്യാറാ? ഹല്ലേലൂയ, പ്രൈസ് ടു ജീസസ്, ഹല്ലേലൂയ. നോക്കണമേ, ഹാലിലൂടെ വായിച്ചു വരുമ്പോൾ നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം നാം പഠിക്കുമ്പോൾ അതിന്റെ 32-ാം അധ്യായത്തിലേക്ക് വേഗത്തിൽ നിങ്ങളുടെ ശ്രദ്ധ ഞാൻ കൊണ്ടുപോകുകയാ. ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായം അതിന്റെ 22 മുതലുള്ള വാക്യങ്ങളില് നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്, യാക്കോബ് ദൈവവുമായി മല്ല് പിടിക്കുന്ന ഒരു അനുഭവം നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. ഹല്ലേലൂയ. അതിനു മുന്നോടിയായി 28-ാം അധ്യായം 10 മുതലുള്ള വാക്യങ്ങളില് നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്, യാക്കോബ് ബഥേലിൽ വെച്ച് ഒരു സ്വപ്നം കാണുകയാണ്. എങ്ങനെയാണ് യാക്കോബ് ബഥേലിൽ വന്നെത്തുന്നത് എന്നുള്ളത് നമുക്കവിടെ വളരെ സുപരിചിതമായിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടാണ്, പശ്ചാത്തലമാണ്. എന്നാൽ യാക്കോബ് ബർഷേബയിൽ നിന്ന് പുറപ്പെട്ട് ഹാരാനിലേക്ക് പോയി. അവൻ ഒരു സ്ഥലത്ത് എത്തിയപ്പോൾ സൂര്യൻ അസ്തമിക്കുക കൊണ്ട് അവിടെ രാപാർത്തു. അവൻ ആ സ്ഥലത്തെ കല്ലുകളിൽ ഒന്നെടുത്ത് തലയണയായി വെച്ച് അവിടെ കിടന്നുറങ്ങി. അവൻ ഒരു സ്വപ്നം കണ്ട്, ഇതാ ഭൂമിയിൽ വച്ചിരിക്കുന്ന ഒരു കോവണി, അതിന്റെ തല സ്വർഗത്തോളം എത്തിയിരിക്കുന്നു. ദൈവത്തിന്റെ ദൂതന്മാർ അതിന്മേൽ കൂടി കയറുകയും ഇറങ്ങുകയുമായിരുന്നു. അതിന്മീതെ യഹോവ നിന്ന് അരുളി ചെയ്തത്, ഞാൻ നിന്റെ പിതാവായ അബ്രഹാമിന്റെ ദൈവവും ഇസഹാക്കിന്റെ ദൈവവുമായ യഹോവയാകുന്നു. നീ കിടക്കുന്ന ഭൂമിയെ ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും തരും. പ്രൈസ് ഗോഡ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട സുപരിചിതമായിട്ടുള്ള ഒരു ഭാഗമാണ് നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നത്. യാക്കോബ് ഒരു സ്വപ്നം കാണുകയാണ്. അവൻ എങ്ങനെയാണ് ഓടി വന്നതെന്നുള്ള ചരിത്ര പശ്ചാത്തലം നമുക്ക് നല്ലതുപോലെ അറിയാമല്ലോ. പക്ഷേ ആ രാത്രിയില് കല്ല് തലേണയായി വെച്ചുകൊണ്ട് അവൻ കിടന്നുറങ്ങുവാൻ ശ്രമിക്കുമ്പോൾ ഹാലേലുയ, സ്വർഗത്തോളം എത്തുന്ന ഒരു കോവണിയില് ദൂതന്മാര് കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന ഒരു കാഴ്ച അവൻ കാണുകയാ. അതിന്റെ മുകളിൽ ഹാലേലു ഒരു ദൈവശബ്ദവും അവൻ കേൾക്കുകയാണ്. ഹാലേലു. എങ്ങനെയാണ് യാക്കോബ് ഓടിപ്പോന്നതെന്ന് നമുക്ക് നല്ലതുപോലെ അറിയാം. പക്ഷേ ഞാൻ വിശ്വസിക്കുന്നു, ആ ഭാഗം ധ്യാനിച്ചപ്പോൾ ദൈവാത്മാവിനോട് ഇടപെട്ട ഒരു കാര്യമാ. ഹാലേലു. അവന്റെ പ്രാർത്ഥന വിഷയത്തിന്റെ മറുപടിയുമായി ചില വാഗ്ദത്തങ്ങളെ കൈമാറുവാൻ വേണ്ടി ഹാലേലൂയ ദൂതന്മാരുടെ സാന്നിധ്യത്തെ സ്വർഗം ഹാലേലൂയ യാക്കോബിന് നൽകുകയാ. ഹാലേലൂയ. ആരുമില്ലാതെ ഏകനായി അവിടെ കിടക്കുമ്പോൾ, തലയിണയായി കല്ല് വെച്ച് കിടക്കുമ്പോൾ, ആരും കാണാത്ത ഒരു ദർശനം യാക്കോബ് അവിടെ കാണുക. ഇന്ന് രാത്രി എത്ര പേര് ദർശന വരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്? എന്തോ ദൈവാത്മാവിനോട് അത് ചോദിക്കുവാൻ പറയുന്നു, എനിക്കൊരു ദർശനവരം വേണം, എനിക്കൊരു കാഴ്ചപ്പാട് വേണം. ഇതിനൊക്കെയും ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന ആരെങ്കിലും ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ സ്വർഗത്തിലെ ദൈവം പറയുകയാ, കുഞ്ഞെ, ആരും കാണാത്ത ചില ദർശനങ്ങൾ ഞാൻ നിനക്ക് നൽകി തരുവാനിടയായി തീരാ. അത് നിന്നെ തകർക്കുവാനല്ല, അത് നിന്നെ വളർത്തുവാൻ, ദൈവനാമത്തിന് വേണ്ടി നിന്നെ പണിതെടുക്കുവാൻ, ഒരു പൊന്നാക്കി നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ, ചില തിന്മയിൽ നിന്ന് നിന്നെ മുക്തിയാക്കുവാൻ, മുക്തനാക്കുവാൻ. ഹല്ലേലൂയ. എന്റെ കൃപ നിന്റെ മേൽ പകരുമെന്ന് ചില ഉള്ളങ്ങളെ നോക്കി പറയുക. ജീസസ് പ്രാർത്ഥിക്കുക ചില ദർശനങ്ങൾക്ക് വേണ്ടി, ചില കാഴ്ചപ്പാടുകൾക്ക് വേണ്ടി. ഹല്ലേലൂയ. ഇന്ന് രാത്രിയില് ഒന്ന് കരയുവാൻ,
ഇന്ന് രാത്രിയിൽ ഒന്ന് മുട്ടുമടക്കുവാൻ തയ്യാറാകുമെങ്കിൽ സ്വർഗത്തിലെ ദൈവം പകരുവാനിടയാകും. നോക്കണമേ, ആരുമില്ലാതെ ഏകനായിരിക്കുമ്പോൾ, ആരും കാണാത്ത ഒരു കോവണി, ഓ ഗ്ലോറി, ആരും കാണാത്ത ദൂതന്മാരുടെ സാന്നിധ്യ അവൻ അനുഭവിക്കുകയാ. ഇതിലെല്ലാം ഉപരിയായ ദൈവ ശബ്ദം തന്നെ ഹല്ലേലൂയ അവൻ കേൾക്കുകയാണ്. ഹല്ലേലൂയ, ഈ ദേശത്തെ നിനക്ക് നിന്റെ സന്തതിക്ക് അവകാശമായി നൽകി തരാം. അതിന്റെ താഴ്ഭാഗങ്ങൾ നാം വായിച്ചു വരുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഹല്ലേലൂയ, യാക്കോബ് തലേണയായി വെച്ചിരുന്ന കല്ലെടുത്ത് തൂണായി നിർത്തി അതിന്മേൽ എണ്ണയൊഴിച്ച് അവൻ ആ സ്ഥലത്തിന് ബേഥേൽ എന്ന് പേര് വിളിച്ചു. ഹല്ലേലൂയ, നോക്കണമേ, പിന്നീട് യാക്കോബ് ഒരു നേർച്ച നേരുകയാണ്. ദൈവം എന്നോട് കൂടെ ഇരിക്കാൻ, ഞാൻ പോകുന്ന ഈ യാത്രയിൽ എന്നെ കാക്കുകയും ഭക്ഷിക്കുവാൻ ആഹാരവും ധരിക്കുവാൻ വസ്ത്രവും എനിക്ക് തരികയും എന്നെ എൻ്റെ അപ്പന്റെ വീട്ടിലേക്ക് സൗഖ്യത്തോടെ മടക്കി വരുത്തുകയും ചെയ്യുമെങ്കിൽ യഹോവ എനിക്ക് ദൈവമായിരിക്കും. ഞാൻ തൂണായി നിർത്തി ഈ കല്ല് ദൈവത്തിന്റെ ആലയവുമാകും. നീ എനിക്ക് തരുന്ന സകലത്തിലും ഞാൻ നിനക്ക് ദശാംശം തരുമെന്ന് പറഞ്ഞു. നോക്കണമേ, ദൈവവുമായിട്ടുള്ള ആ നേർച്ച, ദൈവവുമായിട്ടുള്ള ആ ഉടമ്പടി എത്രയോ ചിന്തനീയമാണ്. അല്ലെങ്കിൽ താൻ ഒരു ആലയം പണിയുവാൻ വേണ്ടി ദൈവവുമായിട്ട് ഒരു നേർച്ച കഴിക്കുകയാണ്. പിന്നീട് എന്താണ് സംഭവിച്ചതെന്നൊക്കെ നമുക്ക് നല്ലതുപോലെ അറിയാമല്ലോ. ആ രാത്രിയെങ്കിൽ യാക്കോബിന്റെ ലൈഫിനകത്ത് തന്നെ ഒരു ടേണിങ് നടന്ന ഒരു രാത്രിയായിരുന്നു ആ രാത്രി. ഓ രക്തം ചെയ്യ റീഖേനെ വൈഡൽ പ്രഭാലകസിയാരെ അന്തനാദികൾ ഗമനഘടക ശംധരെ, പ്രാർത്ഥന മുറിക്കകത്ത് വേറിട്ടിരിക്കുന്ന ദൈവത്തിന്റെ ജനമേ, ഒരു പക്ഷേ മാറിയിരിക്കുമ്പോൾ നമ്മെ പരിഹസിക്കുന്നവരുണ്ടാകാം, വിലയിരുത്തുന്നവരുണ്ടാകാം. എന്നാൽ അവരുടെ നടുവിൽ തന്നെ സ്വർഗത്തിലെ ദൈവം അവർ കാണാത്ത ചില ദർശനങ്ങൾ, അവരറിയാത്ത ചില ദൈവ ശബ്ദങ്ങൾ, അവർ കേൾക്കാത്ത ചില ദൈവ ശബ്ദങ്ങൾ നിങ്ങൾക്ക് തന്നു മാനിക്കുന്ന, നിങ്ങളെ പുറത്തു കൊണ്ടുവരുന്ന ദൈവത്തിന്റെ കൃപയുണ്ടെന്ന് ഇന്ന് രാത്രിയിലും മറന്നു പോകല്ലെന്ന് ദൈവാത്മാവ് ശക്തമായി ഇടപെടുകയാ. രഗനഘടകസി ഹംദൽഗമനഘടകസിയാരക അന്തനാദികൾ മനകുടലം ദേരകസിയേരെ അത്തൽ ഗമനഘടക ശംദനാരക. പിന്നിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ചിലർ ഇതിനകത്തുണ്ട്. എന്നാൽ സ്വർഗം പറയുന്നു, നീ പിന്നിൽ പോകേണ്ട വ്യക്തിയല്ല, നിന്നെ മുൻനിരയിലേക്ക് കൊണ്ട് തന്നെ ദൈവം മാനിക്കാൻ പദ്ധതിയുണ്ട്. റീനി സ്റ്റാൻലി എന്ന് പറയുന്ന ഡിവൈസിൽ ആരാണുള്ളതെന്ന് എനിക്കറിവില്ല. പക്ഷെ ആ ഡിവൈസിൽ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ദൈവത്തിന്റെ ആത്മാവ് പറയാൻ ആഗ്രഹിക്കുകയാ, പിൻനിരയിലേക്ക് പോകാനല്ല, മുൻപിലേക്ക് തന്നെ വന്നുകൊണ്ട് റീഖമന ഹംദിൽ ലഗസിയാരെ അത്തൽ ഗമാനഘടക ശംദരെ ഹല്ലേലൂയ, കർത്തൃ നാമത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ മാറിയിരിക്കുവാനല്ല, മുൻപന്തിയിലേക്ക് വന്ന് റീഖലെ വൈഡേ ലഗസിയാരെ ക്രിസ്തുവാകുന്ന പ്രകാശത്തെ പരത്തുവാൻ കർത്താവ് കണ്ടിരിക്കുകയാ. രഗനഘടക ശംധനാരകസിയാരകി അംദൽ ഗമനഘടകം വൈഡൽ പ്രഭാനഘടകസിയാരകെ. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. ശപിക്കപ്പെട്ട നാട്ടിൽ നിന്ന് വന്ന രൂത്ത് കേവലം കാലാപെറുക്കുവാൻ ബോവസിന്റെ വയലിൽ വന്ന രൂത്ത് മുൻനിരയിൽ വന്നപ്പോൾ അവൾ ആരായി തീർന്നു? കാലാപെറുക്കുവാൻ വന്നവൾ യജമാനത്തിയായി മാറി, അധികാരമുള്ളവളായി മാറി. പിന്നെ അവൾക്ക് റിക്വസ്റ്റ് ചെയ്യേണ്ടതില്ല, പിന്നെ അവൾ അപേക്ഷിക്കേണ്ടതില്ല, പിന്നെ അവൾ കാലാപെറുക്കേണ്ടതില്ല. അവളുടെ തലം മാറി. എന്ന് വെച്ചാൽ യജമാനത്തി എന്ന് പറയുമ്പോൾ ഓർഡർ കൊടുത്താൽ മതി, ചില നിർദ്ദേശങ്ങൾ നൽകിയാൽ മതി. അവളുടെ രീതി തന്നെ ദൈവം മാറ്റിയെടുത്തു. ഹല്ലേലൂയ. എത്ര പേർക്ക് ദൂതു മനസ്സിലാകുന്നുണ്ടെന്ന് അറിയില്ല. ഇന്നത്തെ തലവല്ല കേട്ടോ. പ്രാർത്ഥിക്കുന്ന ഈ അർദ്ധരാത്രിയിൽ കരയുന്ന വ്യക്തി ജീവിതമേ, ഈ മെസ്സേജ് കേൾക്കുവാൻ യാതൊരു സാഹചര്യം ഇല്ലാതിരുന്നിട്ട് കൂടിയും ദൈവസന്നിധിയിൽ ആവലോടെ ഇരിക്കുന്ന ഹൃദയമേ, നിങ്ങളെ നോക്കി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുകയാ, ഇപ്പോൾ നീ അപേക്ഷിക്കുന്ന വ്യക്തിയാ, ഇപ്പോൾ നീ ഏറ്റവും താഴേക്കിടയിലുള്ള വ്യക്തിയാ, ഇപ്പോൾ നിനക്ക് പരിമിതി ഏറെയുണ്ട്. എന്നാൽ സ്വർഗം പറയുകയാ, നിന്റെ അധരത്തിന്റെ നിന്റെ അധരത്തിന്മേൽ രഗനഘടക ചില അധികാരങ്ങളെ സ്വർഗം പകരാൻ പോകുകയാ.
യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ചില പ്രൊഫഷനുകളുമായി ബന്ധപ്പെട്ട ദൈവാത്മാവ് പറയുന്നു, ചിലരെ ഹല്ലേലൂയ ചില മുൻപന്തിയിൽ കൊണ്ടുവരുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ടെന്ന് പറയുമ്പോൾ എത്ര പേര് ആത്മാവിൽ അതൊന്ന് ഏറ്റെടുക്കുവാൻ തയ്യാറാ? ഓ റഖനഘടക രൂത്ത് അതില് കാല പെറുക്കുകയായിരുന്നു, എന്നാൽ അവൾ യജമാനത്തിയാ എങ്കിൽ ഓ റീക്കലെ ഹംദല്ലകനഘടകസി ഇന്ന് രാത്രി സമയം വേർതിരിച്ച് പ്രാർത്ഥിക്കുന്ന വ്യക്തി ജീവിതമേ രഗനെ ലഗന്ധിനി ഹന്തൽ മനാദഘടകസിയാരെ ആടൽ ലഗൻ മനാരഗന്ധനാദിക. നിങ്ങളെ നോക്കി ദൈവത്തിന്റെ ആത്മാവ് പറയുകയാ, ഓ ഹല്ലേലൂയ, നിന്റെ ആധാരത്തിന്മേൽ ഒരു അധികാരത്തെ പകർന്ന് ഒരു ചേഞ്ച്, ഓ ഹാലിൽ നിന്റെ വയൽ പ്രദേശത്തെ ഓ സ്വർഗം തരുവാൻ ആഗ്രഹിക്കുകയാ. ഇന്ന് രാത്രി എത്ര പേരൊന്ന് ഏറ്റെടുക്കുവാൻ തയ്യാറാ? ഓ റികമനഘടക ശബ്ദനാരകനഘടക സിയാരെ അമ്പൽ മൂന്നാം യാമത്തിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്നയാരോ ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്നുണ്ട്. ഹാലില് 3 മണി സമയത്ത്, ആ ഒരു വെളുപ്പിന് സമയത്ത് ഹാലില് ദൈവസന്നിധിയിൽ സമയങ്ങൾ ചിലവഴിക്കുന്ന വ്യക്തി ജീവിതമേ, നിന്റെ രഹസ്യ പ്രാർത്ഥനയെ കാണുന്ന ദൈവം പറയുകയാ, ഓ പരസ്യമായി ഓ രകൽ ഖമാനഘടകെ ശാന്തരെ ഓ ഹലീഖേലെ വൈഡൽ പ്രഭ നിന്റെ മുഖത്തെ ആദരിക്കുന്ന ദൈവം കൂടെയുണ്ടെന്ന് ഇന്ന് രാത്രിയിൽ ഉറപ്പ് നൽകുകയാ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. ഓ രഗനഘടക ശംദൽ ഗമനഘടക സിയാര രഗന വൈഡൽ മന രഗന്ധനേതികേലക സിയാരക റക്കൽ മന രഗന്ധനാധികാരക. യേശുവിന്റെ നാമത്തിൽ നോക്കണമേ, ഒരു ബദൽ രൂപപ്പെടുകയാ. യാക്കോബിന്റെ ലൈഫിൽ ഒരു ബദൽ രൂപപ്പെടുകയാ. ഈ ബദലിനെ പറ്റി പറയുവാൻ ഒരു സാക്ഷ്യം യാക്കോബിനുണ്ട്. അല്ലെങ്കിൽ ഈ ബദൽ എങ്ങനെ രൂപപ്പെട്ടു യാക്കോബേ എന്ന് ചോദിച്ചാൽ അവന് പറയാൻ കഴിയാ, ഞാൻ ഏകനായി തലയിണയായി കല്ല് വെച്ചുറങ്ങുന്ന രാത്രിയിൽ ഓ ഹാലയിൽ എനിക്ക് ലഭിച്ച ഒരു കാഴ്ചയുണ്ട്, ഞാൻ കണ്ട ഒരു സ്വപ്നമുണ്ട്, അതിനകത്ത് നിന്ന് രൂപപ്പെട്ടു വന്നതാ ഈ ബദൽ. ഓ രക്തം ജയം പ്രാർത്ഥന മുറിയിൽ വ്യത്യസ്തതയോടെ ഹല്ലേലൂയ പ്രാർത്ഥിച്ചു തുടങ്ങിയിരിക്കുന്ന ദൈവജനത്തിന് മുമ്പിൽ ഒരു ബദൽ രൂപപ്പെട്ടു വരികയാ. ഓ ആ ബദലിനെ തകർക്കുവാൻ ഈ ലോകത്തിന്റെ അന്ധകാര ശക്തിക്കോ ഹല്ലേലൂയ പൈശാചിക മണ്ഡലത്തിനോ രഗന ഹംദിൽ ലഗനഘടകസിയാരെ അവിശ്വാസികളായി കൂടെ നടക്കുന്ന ചില വ്യക്തി ജീവിതങ്ങൾക്കോ കഴിയത്തില്ല എന്ന് ഇന്ന് രാത്രി ചില വ്യക്തിത്വങ്ങളെ നോക്കി സ്വർഗം ഉറപ്പു തരികയാ. ചില അവിശ്വാസികളാകുന്ന വ്യക്തിത്വങ്ങൾ ദൈവാത്മാവിനോട് പറയുന്നത് ഇപ്രകാരം, നിങ്ങളുടെ വിശ്വാസത്തെ തകർക്കുവാൻ, നിങ്ങളുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യാൻ വേണ്ടി നിങ്ങൾ ആയിരിക്കുന്ന ഇടങ്ങളിൽ, സാഹചര്യങ്ങളിൽ, ഒരുപക്ഷെ ജോലി മേഖലകളിൽ ഹല്ലേലൂയ നിങ്ങളെ പിന്തുടരുന്നുണ്ട്. എന്നാൽ അതിനെ മനസ്സിലാക്കി ഓ ഹല്ലേലൂയ അഭിഷേകത്തോടെ ഹല്ലേലൂയ ദൈവം പകർന്നിരിക്കുന്ന അധികാരത്തോടെ അതിനെ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിച്ചോളാൻ ഓ രക്തം ജയ ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി ഇടപെടുകയാ. ഓ ഗ്ലോറി ടു ഗോഡ്, ഗ്ലോറി ടു ഗോഡ്, ഗ്ലോറി ടു ഗോഡ്. റീഭാന ഹംദന ചില ഗമനയാഗമനങ്ങളെ നോക്കുന്ന ഓ റഗന യാത്രകളെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഓ ചില വ്യക്തി ജീവിതങ്ങൾ സ്വർഗത്തിലെ ദൈവം പറയുകയാ, ഹാലലു പിശാചിൽ നിന്ന് വന്നതിനെയല്ല സ്വർഗം ഇന്ന് രാത്രി ക്യാൻസൽ ചെയ്യുകയാ. നീ ഉടമ്പടി ചെയ്യുന്ന രാത്രിയാണ് ഇന്നെങ്കിൽ ഹാലലു ഇതിൽ ആരോടൊക്കെയോ പറയുകയാ, ഉടമ്പടിയുടെ രാത്രിയാണ് ഈ രാത്രിയെങ്കിൽ സ്വർഗം പറയുന്നു ഇത് നിനക്ക് ബദൽ രൂപപ്പെടുന്ന രാത്രിയാ. ഓ രക്തം ജയം ഉടമ്പടിയുടെ രാത്രിയാണെങ്കിൽ ഇത് ബഥേലും കൂടെ രൂപപ്പെടുകയാ. പ്രിയ സിസ്റ്ററെ ഹാലിലെ മീറ്റിംഗ് ലീഡ് ചെയ്യുന്ന കർത്തൃദാസിയെ ദൈവാത്മാവ് പറയുന്നു ഇത് ഉടമ്പടിയുടെ സമയമാണെങ്കിൽ ഇത് ബദൽ രൂപപ്പെടുകയാ. ഒരു ബദൽ രൂപപ്പെടുകയാ, ഒരു ആലയം രൂപപ്പെടുകയാ, അതിനകത്ത് ആരാധന രൂപപ്പെടുകയാ. എന്തിനു വേണ്ടി ആലയം? അനേക ദൈവമക്കൾക്ക് വന്നു പോകുവാൻ, അനേക ദൈവമക്കൾക്ക് വന്നുപോയി പ്രാർത്ഥിക്കുവാൻ. ഓ റീഖന ഹംദന റഗനെ അനേകർക്കൊരു പ്രാർത്ഥന കൂടാര. പ്രിയ കർത്തൃദാസിയെ അനേകർക്കൊരു പ്രാർത്ഥന കൂടാരം പണിതുയർത്തുവാൻ സ്വർഗം നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുകയാ. രഗനാദിഗേല ഹന്തേ രഗൽ ഖമനഘടകസി അന്തരം പ്രൗഢൽ മാനഘടകസിയാരെ ഒരു പ്രാർത്ഥന കൂടാരമാണ് കേട്ടോ. റീബേലെ ഹംദല്ലഗനഘടക അന്തഗാനഘടക ശംദരേ രഗസിയേരെ അംദൽ പ്രഭനഘടകസിയാരക റീഫല വൈഡൽ മനാഥഘടക. ഓ ഹാലിൽ ഇന്ന് രാത്രിയില് അതിന് സമർപ്പണം
സമർപ്പണത്തോടെ യെസ് അപ്പ ഞാൻ റെഡി, യെസ് ഐ എം റെഡി എന്ന് പറഞ്ഞ് വില്ലിങ് ആകുമെങ്കിൽ ദൈവ പ്രവൃത്തിയുണ്ട്. ഹാലേലൂയ, ദൈവത്തിന്റെ പ്രവൃത്തി അതിൽ വെളിപ്പെടുത്തുമെന്ന് ദൈവാത്മാവ് ശക്തമായി ഇടപെടുന്ന രഹസ്യ പ്രാർത്ഥനയിൽ ഇതിലായിരിക്കുന്ന ആരും കാണാതെ പ്രാർത്ഥനാ മുറിയിൽ കരഞ്ഞ ആ പ്രാർത്ഥന വിഷയമില്ലേ, കർത്താവേ എന്നെ ശുശ്രൂഷയിൽ ഒന്ന് പണിയണ, എന്നെ ഏൽപ്പിച്ചത് എന്താ, ആ തലത്തിൽ ഞാൻ എത്തിയിട്ടില്ല, പക്ഷെ എനിക്കൊന്ന് എത്തണം നാഥാ. റീഖല വൈഡൽമനാഥ കിടക അസ്തരം ജഗനം ജാനകാന കിടക. സ്വർഗം പറയുന്നു ഈ പുതുവർഷ റീഖലെ 10 മടങ്ങോടെ പുറത്തു കൊണ്ടുവരുന്ന പുതുവർഷമാണെന്ന് സ്വർഗത്തിലെ ദൈവ ഹാലലൂയ ദൂതറിയിക്കുമ്പോൾ പ്രിയദാസിയോട് ചേർന്ന് ആമേൻ എന്ന് പറഞ്ഞ എത്ര പേരതിന് ഉറപ്പ് കൊടുത്ത് പ്രാർത്ഥിക്കുവാൻ തയ്യാറാ. റീഖന വൈഡൽ മനകുടലം ദാ വില്ലിങ്ങായി നിൽക്കുന്നവർക്ക് വേണ്ടിയാ, ഉടമ്പടിയോടെ അടുത്തു ചേർന്ന് നിൽക്കുന്നവർക്ക് വേണ്ടിയാ ബദൽ രൂപപ്പെടുന്നത്. അർദ്ധരാത്രിക്ക് ആരുമില്ലാതെ ഏകനായിരിക്കുമ്പോൾ, അമ്മയില്ല, അപ്പനില്ല, ജ്യേഷ്ഠനില്ല, ആരുമില്ലാതെ ഏകനായി വന്ന് കിടക്കുമ്പോൾ ഒരുവൻ ഒരു സ്വപ്നം കാണുകയാ. അവന്റെ ലൈഫിനകത്ത് ഒരു ബദൽ രൂപപ്പെടുകയാണ്. ഇന്ന് രാത്രിയിൽ ആരൊക്കെയോ ചില ഏകാന്ത മനസ്സുകളെ സ്വർഗം ഇന്ന് രാത്രിയിൽ തൊടുകയ. എല്ലാവരും ഉണ്ട്, ഹല്ലേലൂയ, പക്ഷെ ഒറ്റയ്ക്കാണ്. പ്രാർത്ഥനാ മുറിയിൽ കൈകോർക്കാൻ ആരുമില്ല. യെസ്, റീഖാനെ വൈഡേ ലബന്തിനെ. നാളെ ഒരു പക്ഷെ ഈ സന്ദേശം കേൾക്കുന്ന ആരെങ്കിലും ഈ അനുഭവത്തിലൂടെ കടന്നു പോകുന്ന പേരുണ്ടെങ്കിൽ സ്വർഗം നിങ്ങളെ നോക്കി പറയുന്നു, മടുത്ത് പോകരുത്. ആരും കാണാത്ത ഒരു ദർശനം നീ കണ്ടെങ്കിൽ കുഞ്ഞെ, അത് വെറുതെ അല്ല കേട്ടോ. നിന്റെ ലൈഫിനകത്ത് ഒരു ബദൽ രൂപപ്പെട്ട് വരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. നീ അത് ഒഴിഞ്ഞു പോകരുത്. പലപ്പോഴും നിനക്ക് വേദികൾ തരുമ്പോൾ, നിനക്ക് അവസരങ്ങൾ തരുമ്പോൾ, കർത്തൃ നാമത്തിന് വേണ്ടി ശോഭിപ്പാൻ സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ തെന്നി മാറിപ്പോകുന്ന അനുഭവങ്ങൾ പരിശുദ്ധാത്മാവ് നിന്നെ ഓർമ്മിപ്പിക്കുകയാ. ഈ വർഷം വിട്ടുപോകുവാൻ കേവലം ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുകയാ, ഇന്ന് രാത്രിയിൽ ഒരു തീരുമാനമെടുക്കാൻ തയ്യാറാണോ? ഈ അർദ്ധരാത്രിയിൽ ദൈവവുമായിട്ടുള്ള ഒരു ബന്ധത്തിന് തയ്യാറാണോ? ഈ രാത്രികാലെ ദൈവവുമായിട്ട് ഒരു സമർപ്പണം എടുക്കുവാൻ തയ്യാറാണോ? ദൈവത്തിന്റെ പ്രവൃത്തി ഇന്ന് രാത്രി വെളിപ്പെടുക. എന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ സാധിക്കുക എന്ന് ചിന്തിക്കുന്ന അതേ ഇടത്ത് തന്നെ രേഖലെ വൈഡൽ പ്രബേല ഘടകസി കർത്തൃനാമത്തിന് വേണ്ടി വിലയുള്ള പൊന്നായി നിന്നെ പുറത്തു കൊണ്ടുവരുന്ന ദൈവത്തിന്റെ കൃപ ഇന്ന് രാത്രിയിലും ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുവെന്ന് ദൈവാത്മാവ് ശക്തമായി ഇടപെടുകയാ. എത്ര പേർ ആത്മാവിൽ നിന്ന് പ്രതികരിക്കുന്നുണ്ട്, ആത്മാവിൽ ഒന്ന് ഏറ്റെടുക്കുവാൻ തയ്യാറാ? ഹല്ലേലൂയ, പ്രൈസ് ടു ജീസസ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നോക്കണമേ, അതിന്റെ 32-ാം അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ, അതിന്റെ 32-ാം അധ്യായം അതിന്റെ 22 മുതലുള്ള വാക്യങ്ങളിൽ യാക്കോബ് ദൈവവുമായി മല്ലിടുന്ന ഒരു അനുഭവമുണ്ട്. ഹാലേലുയ, നോക്കണമേ, ഹാലേലുയോടെ നാം വായിക്കുന്നുണ്ട്, നീ ദൈവത്തോട് മനുഷ്യരോട് മല്ല് പിടിച്ച് ജയിച്ചത് കൊണ്ട് നിന്റെ പേരിന് യാക്കോബ് എന്നല്ല ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടും. നോക്കണമേ, 12 ഗോത്രങ്ങളുടെ ഉത്ഭവം അവിടെ ആരംഭിക്കുകയാണ്. ആരിലൂടെ? ഹല്ലേലൂയ, ദൈവവുമായി ബന്ധം പുലർത്തിയവനിലൂടെ, ദൈവവുമായി വ്യവസ്ഥ വെച്ചവനിലൂടെ, ദൈവത്തോടും മനുഷ്യരോടും മല്ല് പിടിച്ച് ജയിച്ചവനിലൂടെ ദൈവം കൊടുത്തൊരു പേരെന്താ? ഇസ്രായേൽ. 12 ഗോത്രങ്ങളുടെ ഉത്ഭവം. ആ ഗോത്രത്തിൽ നിന്ന്, യഹൂദ ഗോത്രത്തിൽ നിന്ന് മാനവരാശിയുടെ പാപമംഗുലമാകുന്ന അനുഭവത്തിൽ നിന്ന് കരയേറ്റുവാൻ നസ്രയനായ യേശു ക്രിസ്തു ജനിക്കുവാൻ ഇടയായി തീർന്നു എങ്കിൽ, ഹല്ലേലൂയ, ഇന്ന് രാത്രികാല എത്ര പേര് ഈ സന്ദേശത്തോട് ചേർന്ന് ആമേൻ എന്ന് പറയും? എന്റെ ജീവിതത്തിന്റെ അകത്ത് ദൈവിക അനുഭവങ്ങൾ ഉണ്ടായത് വെറുതെയല്ല, ദൈവത്തിന്റെ പ്രവർത്തികൾ, ഇടപെടലുകൾ ഉണ്ടായത് വെറുതെയല്ല. എനിക്ക് മരുഭൂമി എന്ന് തോന്നിയ മണ്ണിൽ, എനിക്ക് ആരുമില്ല എന്ന് തോന്നിയ രാത്രിയിൽ, രേഖയിലെ പ്രൗഢ ഞാൻ ഒറ്റയ്ക്കാണെന്ന് കരുതിയിരുന്ന സമയങ്ങളിൽ ആ ദൈവവുമായിട്ടുള്ള
ഹാലലുയ ബന്ധത്തിലേക്ക് എന്നെ കൊണ്ടുപോയത് വലിയ ദൈവപ്രവർത്തികൾക്ക് വേണ്ടിയാണെന്ന് ഇന്ന് രാത്രി എത്ര പേര് തിരിച്ചറിയുന്നുണ്ട്? ഉറക്കം പോലും നഷ്ടപ്പെട്ട എത്ര സമയങ്ങൾ ചില പേരുടെ ജീവിതത്തിനകത്തുണ്ടെന്ന് ദൈവം അവനെ വെളിപ്പെടുത്തുകയാ. ഹല്ലേലൂയ. മനുഷ്യൻ നോക്കുന്നതല്ല കേട്ടോ, മനുഷ്യൻ പുറമെയുള്ളത് നോക്കി വിലയിരുത്തുമ്പോൾ സ്വർഗം അകം കണ്ടുകൊണ്ട് പറയുകയാ, ഹല്ലേലൂയ, നീ നഷ്ടമാക്കിയതിനെയല്ല സ്വർഗത്തിലെ ദൈവ മടക്കി തന്ന ഹല്ലേലൂയ അനുഗ്രഹിക്കുവാൻ പദ്ധതിയുണ്ട്. ദൈവവുമായി ചില ഉടമ്പടി ചെയ്യുവാൻ ഇന്ന് രാത്രിയിൽ തയ്യാറാണോ? ചില വ്യവസ്ഥകൾക്ക് തയ്യാറാണോ? റീബാന ഹംദനെ മനാദ ഘടകസിയരെ ഹല്ലേലൂയ നോക്കുമ്പോൾ അവിടെ നാം വായിക്കുന്നുണ്ട്, ഞാൻ ദൈവത്തെ മുഖാമുഖമായി കണ്ടിട്ടും എനിക്ക് ജീവഹാനി വന്നില്ല എന്ന് യാക്കോബ് പറഞ്ഞ് ആ സ്ഥലത്തിന് പെനിയേൽ എന്ന് പേരിട്ടു. അപ്പോൾ യാക്കോബ് ദൈവവുമായിട്ടുള്ള ആ വിജയ ബന്ധത്തിന്റെ സ്ഥലത്തിന്റെ പേരാ പെനിയേൽ എന്ന് പറയുന്നത്. ഒരു ആമേൻ പറയാമോ? അല്ലെങ്കിൽ ഈ മിനിസ്ട്രിയെ നോക്കി ദൈവാത്മാവ് എനിക്ക് തന്നൊരു ദൂതാണ് സിസ്റ്ററെ, അത് ഒരു പെനിയേലായി സ്വർഗം ഇതിനെ കണ്ടിരിക്കുകയാ. റീക്കൽ പ്രൗഢാലഹസിയാരെ പ്രാർത്ഥന മുറിയിൽ പടവിട്ടുന്ന ഹല്ലേലൂയ ഒരു പെനിയലാക്കി ഈ മിനിസ്ട്രിയെ കർത്താവ് കണ്ടിരിക്കുകയാ. ഒരു പെനിയൽ കർത്താവ് രൂപപ്പെടുത്തി ഇട്ടിരിക്കുകയാ. ഈ പെനിയലിനെ വളർത്തേണ്ടത് നിങ്ങളാകട്ടോ. പ്രാർത്ഥന എന്ന ഹല്ലേലൂയ പ്രാർത്ഥന എന്ന വളം നൽകി, ഹല്ലേലൂയ ആരാധന എന്ന വളം നൽകി ഇതിനെ വളർത്തിയെടുക്കേണ്ടത് രേഖലെ ഹംദനെ റഗൽമന ഒരു ഹല്ലേലൂയ ഒരു അനുയോജ്യ ഭൂമിയായി ഒരു ആത്മാവിൽ പോരാടി എടുക്കേണ്ടത് നിങ്ങളെ ഓരോരുത്തരാകട്ടോ. ഇന്ന് രാത്രിയിൽ ദൈവാത്മാവ് ഈ അർദ്ധരാത്രിയുടെ യാമത്തിൽ നിങ്ങളെ ഓരോരുത്തരെയും അതിനെ ആഹ്വാനം ചെയ്യുകയാ. ഈ പെനിയൽ ഇത് വിജയത്തിന്റെ പെനിയലാ. ഇത് മല്ല പിടിച്ച് ജയിച്ച ഒരു അനുഭവത്തിന്റെ പേരാണ് ഈ പെനിയൽ എന്ന് പറയുന്നത്. രേഖയിലെ ഹംദൽ ലഗനഘടക പിശാച് കേൾക്കുകയൊന്ന് പറയണ, ഇത് ഞാൻ എന്റെ വിജയത്തിന്റെ പെനിയലാ. റീബെ ലഗസി ഹംദന രഗനഘടക ഹന്തൽ ഗമാനഘടകെ അന്തർ ഗമനഘടക ഇപ്പോൾ തകർക്കുമെന്ന് പറഞ്ഞ ഹാലിൽ ഇപ്പോൾ ഇല്ലാതെയാക്കുമെന്ന് പറഞ്ഞ ഹാലിൽ മുന്നിടുന്ന ചില ശക്തികളെ നോക്കി പറയണ, ഇത് എനിക്ക് വിജയത്തിന്റെ പെനിയല. ഹല്ലേലൂയ, ഇതെനിക്ക് രക്ഷയ്ക്കായുള്ള പെനിയല. റീബെ ലഗന്ധന മടുപ്പുകൾ കൊണ്ടുവരും കേട്ടോ. പിശാച് മടുപ്പിക്കും, പലപ്പോഴും മടുപ്പിക്കുന്നുണ്ട്. എന്നാൽ അതിന്റെ നടുവിൽ നിന്ന് പറയണ, ഈ പെനിയലിനെ ഞങ്ങൾ വളർത്താം. ഈ പെനിയൽ വിശാലതയുള്ള ഇതിന്റെ അതിരിനെ സ്വർഗം വിശാലതയുള്ള ഒരു സ്ഥലമാക്കി ദൈവം ഇതിനെ മാറ്റും. റീഖനെ ഹംദിൽ ലഗനഘടകസി ആടകം വൈഡം പ്രൗഢമാനഘടകസിയാരെ രേഖൽ ധനാധിഹം ധനാധികാരക. എത്ര പേർ ആത്മാവിലൊന്ന് സ്വീകരിക്കുന്നുണ്ട്? എത്ര പേർ ആത്മാവിൽ അതൊന്ന് ഏറ്റെടുക്കുന്നുണ്ട്? എന്റെ ജീവിതത്തിന്റെ പെനിയലിനെ എന്റെ ദൈവം ഹല്ലേലൂയ ഇതിലൂടെ എന്നെ വളർത്തുവാൻ ഇടയാകുക. ഈ സ്ഥലത്ത് അനേകർ വന്നു പോകുക. ഈ സ്ഥലം അനേകർക്ക് അനുഗ്രഹമാകുക. റീബാന ഹംദനെ ഈ പ്രാർത്ഥന ഭൂമി റേഖയിലെ റന്തൽ ലഗനഘടക അനേകരുടെ ഹല്ലേലൂയ മടി മാറ്റുവാൻ, അനേകരുടെ ദൈവസന്നിധിയിലുള്ള അലസത മാറ്റിയെടുക്കുവാൻ, അനേക കുഞ്ഞുങ്ങളെ വിടുവിച്ചെടുക്കുവാൻ സ്വർഗം ഈ പെനിയലിനെ കണ്ടിട്ടുണ്ട്. കർത്തൃദാസിയെ ദൈവത്തിന്റെ ജനമേ, ദൈവമക്കളെ, ദൈവദാസന്മാരെ ആത്മാവിലൊന്ന് ഏറ്റെടുത്തോ. ഹാലിൽ ഈ പെനിയേലിലൂടെ ചിലർ നടക്കും കേട്ടോ. ഈ പെനിയേൽ കടന്ന് ചിലർ പോകും. അവർക്കൊക്കെ ഹാലിൽ ഇതൊരു തണ്ണീറായി മാറും. അവർക്ക് ഇതൊരു ദാഹ ജലമായി മാറും. ദാഹം മാറ്റാനുള്ള ഒരു തണ്ണീർ ഹാലിൽ ഇടമായി മാറും. റീക്കെ ലബനഘടകസിയാന അന്തിൽ ലഗൽ മന റഗന്ധന റഗനഘടക അന്തരാ റഗൽ മന. ചില ചെയിൻ പ്രയറുകൾ പോലെ ഹാലിൽ ചിലതൊക്കെ ഇതിനകത്ത് നിന്ന് രൂപപ്പെടും. റീഖ മന ഹംദിൽ ലഗനഘടകസി. പ്രാർത്ഥനയുടെ കുറ്റികൾ 4 ദിക്കിലും അടിക്കണം കേട്ടോ. ആത്മാവിലൊന്ന് അടിക്കണം. ഇത് ശാരീരികമായി ചെന്ന് അടിക്കുന്ന കാര്യമല്ല പറയുന്നത്. പ്രാർത്ഥനയുടെ കുറ്റികൾ 4 ദിക്കിലും ഉണ്ടാകണം. റീബ മന റഗന്ധന. ഈ പെനിയലിന്റെ 4 ദിക്കിലും പ്രാർത്ഥനയുടെ കുറ്റികൾ വേണം. റീബ മനം റഗന്ധനാദി അന്തന റഗനഘടകസി. ഇയ്യോബിന് ചുറ്റും ഹല്ലേലൂയ ഒരു വേലി കർത്താവ് കെട്ടിയതുപോലെ ഈ പെനിയലിന് ചുറ്റും ഒരു വേലിയുണ്ട്. അതിനെ തിരിച്ച് ഹല്ലേലൂയ അറിയണം. അതിനെ പൊളിച്ചു കളയാൻ ശ്രമിക്കുന്ന ചില സാത്താന്യ മേഖലയുണ്ട്. അതിന്റെ നടുവിലും സ്വർഗം ഇതിനെ വളർത്തുമെന്ന് ദൈവാത്മാവ് ശക്തമായി ഇടപെടുകയാ. ഈ
റീബനഘടക ഹന്തകം ജഗനഘടക സിയാരക അന്തഗാനഘടകം റീകൽ പ്രൗഢമാനഘടക. ഒരു നിമിഷം ഒന്ന് കണ്ണുകൾ ദൈവസന്നിധിയിൽ ഒന്ന് അടയ്ക്കാമോ? ഹൃദയം ഒന്ന് ദൈവസന്നിധിയിൽ പകരാമോ? ഹന്നയെ പോലെ ഹാലയിൽ ഹൃദയം കൊണ്ട് ദൈവസന്നിധിയിൽ ഒന്ന് സംസാരിക്കുവാൻ കഴിയുമോ? അല്പനിമിഷങ്ങൾ നാം ദൈവസന്നിധിയിൽ ഒന്ന് വേറിടാൻ പോകുകയാണ്. കർത്താവ്, എന്റെ ജീവിതത്തിന്റെ പനിയലാക്കി ഈ മിനിസ്ട്രിയെ ദൈവം മാറ്റണം. ഞാൻ ഇതിനകത്ത് വന്നിരിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത്, ആത്മാവിൽ കരങ്ങൾ കൊടുക്കുന്നത് എന്റെ ജീവിതത്തിൽ ഒരു ടേണിംഗ് പോയിന്റായി മാറട്ടെ. ഹല്ലേലൂയ. ഹാലയിൽ അനേകരെ പണിതെടുക്കുവാനുള്ള ഒരു ഇടമായി മാറട്ടെ. ഹല്ലേലൂയ. അങ്ങനെ എന്റെ ജീവിതത്തിന്റെ അകത്തട്ടിനകത്ത് ഒരു ചേഞ്ച് നടക്കട്ടെ. ഞാൻ മുഖാന്തരം എന്റെ തലമുറ, ഞാൻ മുഖാന്തരം എന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടും നിലവാരത്തിൽ ചില പ്രവർത്തികൾ ഉദിക്കട്ടെ. ഒരു നിമിഷം പ്രാർത്ഥിക്കാമോ? സ്വർഗീയ പിതാവേ, ഇത്രയും സമയക്കാലം ദൈവസന്നിധിയിൽ ആയിരുന്നു കൊണ്ട് വചനം കേൾക്കുവാൻ ഞങ്ങളെ ഇവിടുന്ന് ബലപ്പെടുത്തിയല്ലോ. ഇന്ന് രാത്രി ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ പേരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ മിനിസ്ട്രി ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാ. ഈ മിനിസ്ട്രിയുടെ ഒരു വിശാലത ഉണ്ടാകട്ടെ. അനേക കോണുകളിൽ ഇരുന്നു കൊണ്ട് അനേകർക്കുള്ള ഒരു പെനിയലാക്കി എന്റെ ദൈവം ഇതിനെ മാറ്റുമറകണമേ. എന്റെ സ്വർഗത്തിലെ ദൈവത്തിന്റെ കര തുറന്നു വരട്ടെ. റീബമൻ ഹംദന റഗനകിടകസിയാരി, പാറയിൽ നിന്ന് ജലം പുറപ്പെട്ടു വന്നതുപോലെ ആലിലെ മനുഷ്യന്റെ കണ്ണിന് ചിന്തിക്കുവാൻ കഴിയാത്ത ചില ദൈവപ്രവർത്തികൾ ഇതിലെ പ്രാർത്ഥന മുഖാന്തരം സംഭവിക്കട്ടെ. റീബ റഗന ചില രോഗസൗഖ്യങ്ങൾ ഒന്നിച്ചുള്ള പ്രാർത്ഥനയ്ക്കകത്ത് വെളിപ്പെട്ടു വരട്ടെ. റീബാമന ഹംദി ലഗനഘടകസിയാരേ. അല്ലെങ്കിൽ ചില പേരുണ്ടല്ലോ രോഗികളായി. ഹാലേലുയ. അവർക്കൊക്കെ വിടുതൽ സംഭവിക്കുന്ന രാത്രിയായി ഈ രാത്രി മാറട്ടെ. ചില കുടുംബങ്ങളിൽ ചില രോഗികളെന്ന് ദൈവാത്മാവ് വെളിപ്പെടുത്തുന്നു. ഹാലേലുയ. രോഗികൾക്ക് പരമവൈദ്യനാകുന്ന കർത്താവിന്റെ കരം ഇന്ന് രാത്രിയിൽ ചലിക്കുകയാ. റീബനെ ഹംദൽ ലഗനഘടക അസ്തരാ മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ജീവിക്കുമോ എന്ന് അഗസ്തി താഴ്വരയിൽ കൊണ്ടുചെന്ന് ഹാലേലൂയ പ്രവാചക ശ്രേഷ്ഠനോട് ചോദിക്കുവാനിടയായി. അസ്ഥികളെ ജീവിപ്പിക്കുന്ന, അതിന് ബലം നൽകുന്ന സ്വർഗത്തിലെ ദൈവത്തിന്റെ കര ഇന്ന് രാത്രിയിൽ ചലിക്കുകയാ. ചില ഉള്ളങ്ങൾ നോവുന്നുണ്ട്, ചില മാതാക്കൾ നോവുന്നുണ്ട്. ദൈവാത്മാവ് നിങ്ങളെ നോക്കി പറയുകയാ, ചെയ്യുന്ന പ്രവൃത്തിക്ക് പ്രതിഫലമുണ്ട് കേട്ടോ. റീബേ ലഗസി യൂത്തിനോട് പറയും, ഇസ്രായേലിന്റെ ദൈവമാകുന്ന യഹോവയുടെ ഹാലിൽ ചെറിയെങ്കിൽ ആശ്രയിച്ചു വന്നിരിക്കുന്ന നിനക്ക് അവൻ പൂർണ്ണ പ്രതിഫലം തരുമാറാകട്ടെ. യഹോവയുടെ ചിറകിൻ കീഴിൽ ആശ്രയിച്ചു വന്ന ദാസിയെ ദൈവാത്മാവ് പറയുകയാ, നിനക്കൊരു പൂർണ്ണ പ്രതിഫലമുണ്ട്. റീബേ ലവൽ മനാറഗന്ധനെ അന്തരാം ജഗനഘടകൻ ശാനഗാനഘടക, എല്ലാം നല്ലതിന്. ഹാലേലു. എന്റെ ജീവിതത്തിൽ എല്ലാം നല്ലതിന് എന്ന് പറഞ്ഞ് ആശ്വസിക്കുമ്പോഴും ഹാലില് പ്രിയ കർത്താവിന്റെ ദാസിയെ ഹാലില് ഉള്ള നോവ് കാണുന്ന ഒരു പിതാവ് ഉയരത്തിലുണ്ട്. സ്വർഗം പറയുന്നു ഹല്ലേലൂയ. ചില വിഷയങ്ങളുടെ നടുവിൽ സ്വർഗത്തിലെ ദൈവം നീക്കുപോക്കുകൾ വരുത്തുക. അത് തിന്മയ്ക്കല്ല നന്മയ്ക്കെന്ന് ഹാലില് തെളിയിക്കപ്പെടുന്ന ദിവസങ്ങൾ മുൻപിലുണ്ട്. റീബ മന റഗനഘടക ശാന്തരേ. ഈ അർദ്ധരാത്രി സമയത്ത് ചില പേർക്ക് വേണ്ടി ചില പേരുടെ പേരുകൾ എഴുതി വെച്ച് പ്രാർത്ഥിക്കുന്ന വ്യക്തി ജീവിതമേ, നിങ്ങൾക്ക് വേണ്ടി ആ പേരിന്റെ നടുവിൽ ഹാലേലൂയ സ്വർഗം പ്രവർത്തിച്ചിരിക്കുന്ന രാത്രിയാ. ഹാലിൽ ആ പേരുകൾ എഴുതി വെച്ച് ആരെങ്കിലും ഹാലിൽ ഇതിനകത്ത് ഇപ്പൊ കേൾക്കുന്നുണ്ടെങ്കിൽ ആ പേരുകൾ ദയവായി എടുത്തു വെച്ച് പ്രാർത്ഥിച്ചോ. ഹാലിലെ ആ പേരുകളെ സ്വർഗത്തിലെ ദൈവം തൊടാൻ പോകുകയാ. ആ വ്യക്തി ജീവിതങ്ങളെ, ആ നെയ്മുകളെ സ്വർഗത്തിലെ അപ്പച്ചൻ തൊടാൻ പോകുക. നാളെ ഈ സന്ദേശം കേൾക്കുന്ന ആർക്കെങ്കിലും ഒക്കെ ചില പേരുകൾ എഴുതി വെച്ച് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ആ വ്യക്തി ജീവിതങ്ങളെ സ്വർഗത്തിലെ അപ്പച്ചൻ തൊടുന്ന രാത്രിയ. ഈ യാമത്തിലുള്ള പ്രാർത്ഥന വെറുതെ അല്ല എന്ന് പ്രൂവ് ചെയ്യുന്ന നിലവാരത്തിൽ ചില പ്രൂഫ് അടക്കം സ്വർഗത്തിലെ അപ്പച്ചൻ തരും. ഹാലയിൽ ചിലർ വിതച്ചതിന് 100 മേനി ഫലം കൊയ്യുമെന്ന് ദൈവാത്മാവ് ഉറപ്പിക്കുക. ചില നഷ്ടങ്ങളെ ലാഭമാക്കി തരാൻ പോകുകയാ. റീബൽ ലവനഘടകസി ഹംദന. ചില രോഗസൗഖ്യങ്ങൾ വ്യാപരിക്കുകയാ. ചിലരുടെ ഭവനത്തിനകത്ത് ദൈവാത്മാവ് വീണ്ടും പറയുന്ന ദൂതനെ അയച്ച് ആലില് പത്രോസിനെ വിടുവിച്ചു കൊണ്ടുവരിക എന്നുള്ളത് പ്രയാസമേറിയ കാര്യം. മനുഷ്യനായിരിക്കുമ്പോൾ സ്വർഗം
മകൻ തന്റെ ദൂതനെ നേരിട്ട് അയക്കുകയാ. അങ്ങനെയെങ്കിൽ ചില കുടുംബത്തിന്റെ നടുവിൽ, ചില വിഷയങ്ങളുടെ നടുവിൽ, ചില പൈതങ്ങളുടെ നടുവിൽ ഓ രേഖ മന റകനഘടക അസ്ഥികളെ ഹാലേലുയ ബലപ്പെടുത്തിക്കൊണ്ട് ഓ ദൂതനെ അയച്ച് ഓ ദൈവത്തിന്റെ പ്രവൃത്തി ഉണ്ടെന്ന് വീണ്ടും 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 ഇന്ന് രാത്രി ഉറപ്പിക്കുകയെ കേട്ടോ. ഹാലേലുയ ദൈവം തന്ന ദൈവത്തിന് ഹാലേലുയ ഇതിനെ പണിതെടുക്കാൻ കഴിയും. ഒരു കുശവനാണ് നമ്മുടെ പിതാവാകുന്ന ദൈവം. ആ കുശവന്റെ കയ്യിലെ പാത്രം പോലെ ആ കുശവൻ അറിയാം ഇത് കൂജയാകണമോ, ഇത് കുടമാകണമോ, ഇതിന് എന്ത് പർപ്പസിനാ ഇതിനെ യൂസ് ചെയ്തെടുക്കേണ്ടത്. അല്ലെ തന്ന ദൈവത്തിന് അറിയാം, നിർമ്മിച്ച ദൈവത്തിന് അറിയാം. ഓ എനിക്കറിയില്ല, ദൈവാത്മാവ് ശക്തമായി പറയുന്നു അതിനെ ഏത് രീതിയിൽ വേണേലും ടേൺ ചെയ്യിക്കാൻ കഴിയുന്നത് ഡോക്ടറിനല്ല. ഓ ഹാലൂയ രക്തം ജയം പ്രഭന ഘടക ശമ്പൽ പ്രഭന ഘടകസി ഹാലിൽ അത് ദൈവത്തിന് മാത്രമാണെന്ന് ഇന്ന് രാത്രി ആരുടെയൊക്കെയോ വിശ്വാസത്തെ ഓ 1% പ്രതീക്ഷയായിരിക്കാം, അതിനെ സ്വർഗം ഇന്ന് രാത്രിയിൽ ഉറപ്പിക്കുകയാ. ഓ രക്തം ജയം റബനഘടകസി അന്തനെ നിർമ്മിച്ച ദൈവത്തിന് അറിയാം എങ്ങനെയൊക്കെ ടേൺ ചെയ്യണമെന്ന്, ഓ നിർമ്മാണത്തെ എങ്ങനെയൊക്കെ തിരിക്കണമെന്ന്. ഓ ഹാലൂയ ഹാലൂയ ആരുടെയൊക്കെയോ ചില പ്രതീക്ഷകളെ സ്വർഗം ഇന്ന് രാത്രിയിൽ ഉറപ്പിക്കുകയാ. ഈ രാത്രി ദൈവസന്നിധിയിൽ ഇരുന്നത് വെറുതെ അല്ല കേട്ടോ. ഹാലിൽ സ്വർഗം നിങ്ങളുടെ പ്രതീക്ഷയെ ഉറപ്പിക്കുകയാ. റബന റഗൽ മന റഗൻ ധന ദിഗെ ലഗ സിന ദിഗെ അന്തരേ റഗൽ ഗമാന ഹംബം റൗഡം മാനഘടക അന്തരേ റഗനഘടക ഒരു നോർമൽ രീതിയിലേക്ക് ഓ ഹാലൂയ റഗനഘടക ശമ്പൽ ഘമാനെ പൊളിച്ചതിനെ പണിയുവാൻ ദൈവത്തിന് കഴിയും. പൊട്ടിയതിനെ ഉടഞ്ഞു പോയതിനെ ആലിൽ റീജോയിൻ ചെയ്യിപ്പിക്കാൻ ദൈവത്തിന് കഴിയുമെങ്കിൽ ഇന്ന് രാത്രി ദൈവസന്ധിയിൽ ഇരിക്കുന്ന ആരെയൊക്കെയോ സ്വർഗത്തിലെ ദൈവം ഉറപ്പിക്കുകയാ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ആരിൽ ദൈവാത്മാവ് ശക്തമായി എന്നെ ഗൈഡ് ചെയ്തുകൊണ്ടിരിക്കും. ഒരു നിമിഷം എല്ലാവരും വീഡിയോ ഓഫ് ചെയ്തവരും വീഡിയോയിൽ വന്നിരിക്കുന്ന എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചുകൊണ്ടായിരിക്കണമേ. റീബ മനഹംധന റഗൽ മന റഗസ്യേ റേഗൽ ഗമന ഘടക ശംധരേ റഗന. ചിലർ വിതച്ചതിന് പ്രതിഫലമുണ്ട്. ആലിൽ മുഖം നോക്കാതെ സാഹചര്യം നോക്കാതെ വിതച്ചതിന് സ്വർഗം പറയുന്നു നിന്റെ ഏത് സാഹചര്യത്തിലാണ് വിതച്ചതെന്ന് ഞാൻ കാണുന്നു കുഞ്ഞെ. അത് മനുഷ്യർ കണ്ടിട്ടില്ല കേട്ടോ. മനുഷ്യൻ വിചാരിച്ചേക്കുന്നതൊക്കെ വേറെയാ, ഭിന്നമാ. ഹാലിൽ എന്നാൽ നീ ഏതിന്റെ നടുവിലാ നിന്നത്. ഓ റീബേനെ ഹംദൽ ലഗനഘടകസിയാരെ നീ അനേക കുഞ്ഞുങ്ങളെ ചേർത്ത് നിർത്തിയ വ്യക്തി ജീവിതമാ. നീ അനേകം ഹാലൂയ ഹൃദയങ്ങളെ ഹാലിൽ സന്തോഷിപ്പിച്ച വ്യക്തിയാ. ഓ റീബേനെ അനേകരുടെ വിശപ്പ് അടക്കിയ വ്യക്തിയാ. പക്ഷെ നിന്റെ ദാഹം ഓ റീബേനെ നിന്റെ ദൈവസന്നിധിയിലുള്ള പ്രാർത്ഥന വാഞ്ച റഗനഘടക സന്തൽഗമന ഘടകൻ ധാനഗാന ഘടകൻ ധന അത് കാണുന്ന പിതാവ് ഉയരത്തിലുണ്ട്. ഇന്ന് രാത്രിയിലെ പ്രാർത്ഥനയ്ക്ക് നിനക്ക് കൺഫർമേഷൻ തരികയാ. ഓ റാബൽ ലവന ഘടകൻ ധനാദ ഘടക സിയാരെ ഓ റീബേനെ ഇതിനു വേണ്ടിയോ എന്ന് ചോദിച്ച മേഖലകൾക്കകത്ത് ഇപ്രകാരം എന്ന് പറയുന്ന നിലയിൽ സ്വർഗം ചില മറുപടികളെ അയച്ചിരിക്കുക. ഞാൻ ശക്തമായി വിശ്വസിക്കുന്നു ഈ ദൂത് കൃത്യമായി ചില വ്യക്തി ജീവിതങ്ങളിൽ പാസ് ചെയ്തുകൊണ്ടിരിക്കുകയാ. പരിശുദ്ധാത്മാവ് ഉള്ളങ്ങളെ നനച്ചുകൊണ്ടിരിക്കുകയാ. ഓ ഹല്ലേലൂയ ചില തോട്ടങ്ങൾ പോലെ ഒരു നനവുള്ള തോട്ടമാക്കി ഓ റീബേനെ വെള്ളം വറ്റിപ്പോകാത്ത നീരുറവയാക്കി ഓ ചില ഹൃദയങ്ങളെ നനച്ചുകൊണ്ടിരിക്കുകയാ. ഇന്നലെ വരെയും ഹല്ലേലൂയ ഒരു തരിശിന്റെ അനുഭവമായിരുന്നു. ആത്മീകമായി പ്രാർത്ഥിപ്പാൻ കഴിയുന്നില്ല ദാസിയെ. ഹാലേലൂയ എനിക്ക് കയറി വരണമെന്ന് ആഗ്രഹമുണ്ട്, നടക്കുന്നില്ല. ഉപവാസത്തിനൊക്കെ ഹാലേലൂയ ആഗ്രഹമുണ്ട്, ഒന്നും പറ്റുന്നില്ല. ഇന്ന് പകൽ മുഴുവൻ ഞാൻ ഒരുപാട് തേങ്ങി, ഇന്ന് പകൽ മുഴുവൻ ഞാൻ ഒരുപാട് വിഷമിച്ചു. ആരെയൊക്കെയോ ഹൃദയങ്ങളെ ഓ ഹാലേലൂയ ദൈവാത്മാവ് വിവേചിക്കുന്നല്ലോ. ഹാലേലൂയ ഇന്ന് രാത്രിയില് സ്വർഗം നിങ്ങളെ നനച്ച ദിവസം ഓ നിങ്ങളുടെ ഹൃദയത്തെ നനച്ച രാത്രിയാ. റീബേ ലഗന്ധന ഓ റാഖൽ മനാദ ഘടക സിയാരക. സ്വർഗീയ പിതാവ് ജനത്തെ ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഇത്രയും സമയക്കാലം ദൈവം ഏൽപ്പിച്ചത് ഷെയർ ചെയ്യുവാൻ അടിയനെ കർത്താവ് ബലപ്പെടുത്തിയല്ലോ. പരിശുദ്ധാത്മാവ് തന്നെ ഈ മീറ്റിംഗ് ഗൈഡ് ചെയ്തല്ലോ. ജോയിൻ ആയിരിക്കുന്ന എല്ലാവരെയും ഈ റൈസ് ഇൻ ഗ്ലോറി എന്ന മിനിസ്ട്രിയെയും അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാ. ഇതിന്റെ വാതായനങ്ങൾ വിശാലമാകട്ടെ. ഓ റേബേലെ ഹംദൽ ലഗനഘടക സിയാരക
രകൽമന രഗനകിടകം വൈഡം പ്രൗഢമാനിയാനക അനേകർക്ക് ഇതൊരു നല്ല തൂണായി നിൽക്കട്ടെ അപ്പ. ഓ, തകരുന്ന അനേകം ഇടങ്ങളുടെ നടുവിൽ ഇത് ഉറച്ചു നിൽക്കുന്ന ഒരു ഭൂമിയായി, ഒരു പെനിയല ഇത് മാറട്ടെ കർത്താവേ. ഞങ്ങൾ അതിനെ ഹാലലി അങ്ങനെ തന്നെ ഈ മിനിസ്ട്രിയെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അഭിഷിക്ത ദാസിയെ കുടുംബമായി ഓർത്ത് പ്രാർത്ഥിക്കുകയാ. കർത്താവെ, അങ്ങ് സഹായിക്കുമറകണമേ. ഹാലിൽ തന്റെ ഉൾത്തടത്തിലെ ഭാരം നീങ്ങിയ രാത്രി എന്ന് ഇന്ന് രാത്രിയിൽ ഹാലിൽ ദൈവത്തിന്റെ ആത്മാവ് പിന്നെയും ഓർമ്മിപ്പിക്കുന്നല്ലോ. ദൈവ സഹായിക്കുന്നതിനായി സ്തോത്രം. അങ്ങ് മാനിച്ചിരിക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ജോയിനായി എല്ലാ ദൈവമക്കളെ അനുഗ്രഹിക്കണം. ഈ വചനം ഹാലലൂയ ദൈവമേ 30, 60, 100 മേനി ഫലം ചെയ്യട്ടെ അപ്പാ. ദൈവപ്രവൃത്തി ഇന്ന് രാത്രിയിൽ തുടർമാനമുള്ള ദിവസങ്ങളിൽ വെളിപ്പെട്ട് വരട്ടെ. അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം ചെയ്യുന്നതാ. പ്രാർത്ഥന കേൾക്കുന്നതിന് നന്ദി പിതാവേ. യേശു കർത്താവിന്റെ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ. ഹാലേലൂയ. കരങ്ങൾ ഉയർത്തി സന്തോഷത്തോടെ നമ്മുടെ കർത്താവിനെ ഒന്ന് സ്തോത്രം ചെയ്യാം. ഹാലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ അതിപരിശുദ്ധമേറിയ നാമം വീണ്ടും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇങ്ങനെ ഈ രാത്രിയിൽ ഇങ്ങനെ ആയിരിക്കാൻ സർവശക്തനാകുന്ന ദൈവം വലിയ കൃപ ചെയ്തല്ലോ. വിശേഷാൽ കർത്തദാസി പ്രാരംഭത്തിൽ ഓർപ്പിച്ചതുപോലെ എനിക്കിപ്പോ 37 വീക്ക് സ്റ്റാർട്ടഡായി. ആ ഒരു സമയത്തിലാണ്. എങ്കിലും ദൈവവചനം സംസാരിക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ ഷെയർ ചെയ്യുക എന്നുള്ളത് നമ്മിൽ ഏൽപ്പിച്ചിരിക്കുന്ന വലിയ ഉത്തരവാദിത്തമാണല്ലോ. അതിൽ നിന്ന് നമുക്ക് അകന്നിരിക്കാൻ ഇടയില്ല. അതുകൊണ്ട് ദൈവം ഇത്രത്തോളം എന്നെ ബലപ്പെടുത്തി. നിങ്ങളുടെ പ്രാർത്ഥന വളരെ കോട്ടയായിരുന്നു കേട്ടോ. ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. ഒരിക്കൽ കൂടി എനിക്ക് ഇങ്ങനൊരു അവസരം ഒരുക്കി തന്ന അഭിഷിക്ത ദാസിയോട്, ഈ മിനിസ്ട്രിയോട്, കർത്തൃദാസന്മാരോട്, ഈ ടീമിനോടുള്ള നന്ദിയും സ്നേഹത്തെ അറിയിച്ചുകൊണ്ട് ഞാൻ അവന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. മാറാനാഥ. പ്രൈസ് ലോർഡ്. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. കർത്താവ് നമ്മളെ കേൾപ്പിച്ച എല്ലാ ആമേൻ ദൈവത്തിന്റെ ആലോചനകളെയും ഓർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ആമേൻ, ഹല്ലേലൂയ. പ്രിയ സിസ്റ്റർ, ഹല്ലേലൂയ. ശാരീരികമായി താൻ ക്ഷീണത്തിലാണെങ്കിലും ആമേൻ ദൈവത്തിന്റെ ആമേൻ അതിശക്തമായിട്ട് ഹല്ലേലൂയ ആമേൻ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ നിന്നുകൊണ്ട് ഹല്ലേലൂയ ആമേൻ ദൈവം തന്നെ ഏൽപ്പിച്ചത് ഹല്ലേലൂയ ആമേൻ ജനത്തോട് വിളമ്പുവാൻ തക്കോണം പ്രിയദാസിയെ ദൈവത്തിന്റെ കരത്തിലെടുത്ത് ഉപയോഗിച്ച ദൈവത്തിന്റെ വിശ്വസ്തതയോർത്ത് ദൈവത്തിനൊന്ന് നന്ദിയോട് സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ആമേൻ, ഹല്ലേലൂയ. പ്രിയ സിസ്റ്ററും ഹല്ലേലൂയ കുടുംബവും ആമേൻ ഹല്ലേലൂയ കോട്ടയത്ത് അവര് ആമേൻ ഹല്ലേലൂയ ദൈവവേലയോടെ ആയിരിക്കുന്നു. ആമേൻ ഹല്ലേലൂയ. കുടുംബത്തെ നമുക്ക് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ടൊരു തലമുറയൊക്കെ കണ്ട് ഹല്ലേലൂയ ദൈവത്തിൽ സന്തോഷിപ്പാൻ തക്കോണം അവരുടെ മിനിസ്ട്രിയൊക്കെയും അനുഗ്രഹമായി തീരുവാൻ തക്കോണം ആമേൻ ഹല്ലേലൂയ ഹല്ലേലൂയ തന്നെ ദൈവം ഏൽപ്പിച്ചത് ആമേൻ കുടുംബമായി ഒന്നിച്ചു നിന്ന് വേല ചെയ്യുവാൻ തക്കോണം ഹല്ലേലൂയ ഹല്ലേലൂയ ആമേൻ. കർത്താവ് അവരെ സഹായിക്കാനായി നമുക്ക് ദൈവകരത്തിൽ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. ആമേൻ ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട ആമേൻ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ ആമേൻ ഒരു നല്ല ഡെലിവറി ഹല്ലേലൂയ ആമേൻ പ്രിയ സിസ്റ്ററിന് വേണ്ടി കൊടുക്കാനായി നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. യാതൊരുവിധമായ കോംപ്ലിക്കേഷൻസോ പ്രയാസങ്ങളോ ഒന്നുമില്ലാതെ ഹല്ലേലൂയ സുഖകരമായ ഒരു ഡെലിവറി കർത്താവ് കൊടുത്ത് ആമേൻ കുടുംബത്തെ മാനിക്കാനായി നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. തന്നെ ദൈവം ഏൽപ്പിച്ചതൊക്കെയും ഹല്ലേലൂയ ആമേൻ വിശ്വസ്തയോടെ ഹല്ലേലൂയ അന്ത്യം വരെയും ആമേൻ ഹല്ലേലൂയ അത് ആമേൻ 100, 60 വേല ചെയ്യുവാൻ തക്കോണം കർത്താവിനെ ദാസിയെ ദൈവകരത്തിൽ ഏൽപ്പിച്ചു കൊടുത്തോണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ ആമേൻ. ഈ വിഷയങ്ങളൊക്കെ ഓർത്തുകൊണ്ട് പേരും അമ്മ ഒരു വാക്ക് പ്രാർത്ഥിച്ച് ആമേൻ ഇന്നത്തെ മീറ്റിംഗ് അവസാനിപ്പിക്കാമോ? സ്തോത്രം.